എഫെസ്യർ 2 അധ്യായത്തിൻ്റെ 10 വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മളവൻ്റെ കൈപ്പണിയായി, നാം ദൈവത്തിൻ്റെ കൈപ്പണിയായി എന്നാണ് പറയുന്നത്. കൈപ്പണി ശരിക്കും 1 കൊരിന്ത്യർ 3 അധ്യായത്തിൻ്റെ 9 വാക്യത്തിൽ നമ്മളവൻ്റെ കൃഷിയാണ്. ഈ കൈപ്പണി എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്നത് ചിത്രപ്പണി എന്ന് പറയുന്ന ഒരു വാക്കാണ്. ചിത്രപ്പണി ലൈക്ക് ഒരു ചിത്രം എഴുതുന്നത് പോലെയാണ്, ഒരു കവിത എഴുതുന്നത് പോലെയാണ്. ഒരു ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ചിത്രം വരച്ചു തുടങ്ങുമ്പോൾ നമുക്ക് അറിയത്തില്ല. ഒരു ചിത്രകാരൻ ചിത്രം വരച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ ചിത്രകാരൻ്റെ മനസ്സിലേ ഉള്ളൂ. ആ ചിത്രകാരൻ്റെ മനസ്സിൽ എന്തൊക്കെ ഉണ്ട്. അയാൾ അവിടെ 2 സ്ട്രോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബ്ലാക്കും ഒക്കെ അടിച്ചതൊക്കെ ഇതെന്താ ഈ വരച്ചു വെച്ചിരിക്കുന്നത്? ഇടയ്ക്ക് വെച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആകെപ്പാടെ അബ്സേർഡായിട്ടേ തോന്നത്തുള്ളൂ, യാതൊരു അർത്ഥവും ഇല്ലാത്തതായിട്ടേ തോന്നത്തുള്ളൂ, അല്ലേ? പക്ഷേ കുറേ കൂടെ കഴിയുമ്പോഴത്തേക്ക് അവൻ അതിനകത്ത് വേറെ 2 വരയൂടെ 2 കുത്തൂടെ വാലൂടെ ഒക്കെ വരച്ച് കഴിയുമ്പോഴത്തേക്ക് മനോഹരമായ ഒരു ചിത്രമായിരിക്കും. ഇതുപോലെ കർത്താവ് ഭൂമിയിൽ നമ്മളെ ആക്കുന്നില്ലെന്നറിയാമോ? ഒരു മനോഹരമായ ചിത്രമായി നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ്, എക്വിപ്പ് ചെയ്യുകയാണ്, നമ്മളെ പണിയുകയാണ്. അങ്ങനെ പണിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകാത്ത ഒത്തിരി സ്ട്രോക്കുണ്ട്. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് എൻ്റെ മോൻ മരിച്ചു പോയത്? എന്തുകൊണ്ടാണ് എൻ്റെ അനിയൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത്? എൻ്റെ അമ്മ എന്നോട് ഇങ്ങനെ ഇടപെടുന്നു, അല്ലെങ്കിൽ അപ്പൻ എന്താ ഇങ്ങനെ ഇടപെടുന്നു, എൻ്റെ ഭർത്താവ് എന്താ ഇങ്ങനെ? നമ്മൾ ജീവിതത്തിൽ പ്രതിസന്ധികൾ, രോഗം, എനിക്കെന്താ ക്യാൻസർ വന്നത്, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴെല്ലാം ചിലപ്പോൾ ബ്ലാക്ക് സ്ട്രോക്സ് ഒക്കെ ആയിരിക്കും. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോഴത്തേക്ക് നമുക്കിത് മനസ്സിലാകാത്തതുകൊണ്ട് നമ്മൾ പറയും ഇതെന്തോ വരയ്ക്കുക എന്ന് പറഞ്ഞിട്ട് ഇതെന്തോ വരച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മളെ അവൻ മനോഹരമായ ഒരു ചിത്രമാക്കുകയാണ്. ഞാൻ ജീസസ് ഫേറ്റിനകത്ത് എഴുതിയ ഒരു ചെറിയ സ്റ്റോറിയുണ്ട്. അതിനകത്ത് ഒരു ചിത്രകാരൻ സുനിൽ ഒരു ചെറുക്കൻ്റെ പടം വരയ്ക്കുകയാണ്. ചെറുക്കൻ്റെ പടം വരയ്ക്കാനായിട്ട് അപ്പം അവനെ സ്റ്റുഡിയോയിൽ കൊണ്ടവനെ ഇരുത്തി അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവനെ ഒരു പോസ്റ്റർ ഇങ്ങനെ എടുത്തതാണ്. ഇരുത്തി പടം വരച്ച് കുറച്ച് നേരം കഴിഞ്ഞു അവൻ ഉണ്ണാൻ പോയി തിരിച്ചു വന്നിട്ട് പിന്നെയും നോക്കി. ഉച്ചയ്ക്ക് 3 മണിയായപ്പോഴത്തെ പറഞ്ഞു ഏതാണ്ടൊക്കെ അവിടെ കാണാൻ പറഞ്ഞു, ദാറ്റ്സ് നോട്ട് മീ, നീ വരയ്ക്കുന്നത് ഇപ്പം എന്നെ ഒന്നും അല്ലെന്ന്. പിന്നെ ചിത്രകാരൻ പറഞ്ഞു, വെയിറ്റ് മൈ സൺ, ഐ എം സ്റ്റിൽ വർക്കിംഗ് ഓൺ യു. മോനെ വെയിറ്റ് ചെയ്യുക, ഞാൻ ഇപ്പോഴും നിൻ്റെ മേൽ പണിതുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് ഈ സാജുവിൻ്റെ മേൽ ഇപ്പോഴും പണിതുകൊണ്ടിരിക്കുക. രൂപം ഒന്നും അങ്ങോട്ട് ആയി വന്നിട്ടില്ല. ആളുകൾ നോക്കുമ്പോൾ ഇതെന്താ ഇവനെ വരച്ച് വെച്ചിരിക്കുന്നത് ചോദിച്ചേക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അവൻ്റെ മനസ്സിൽ ഞാൻ വെയിറ്റ് ചെയ്താലേ എനിക്ക് മനസ്സിലാകാൻ പറ്റുള്ളൂ. ഈ ചെറുക്കൻ ഇത് കണ്ടുകൊണ്ട് എണീറ്റ് പോയി കഴിഞ്ഞാൽ അവൻ്റെ ചിത്രം അവിടെ വരയ്ക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് നമ്മിൽ അവൻ്റെ രൂപം കുത്തുകയാണ്. എൻ്റെ ബെറ്ററായിട്ടുള്ള രൂപമല്ല കുത്തുന്നത്. ഏത് മനുഷ്യനെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പദ്ധതി എന്താണെന്ന് റോമാലേഖനം 8 നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാവുകയാണ്. ഞാനൊരു 100 വട്ടം പറഞ്ഞിട്ടുള്ള ഉദാഹരണമുണ്ട്. മൈക്കലാഞ്ചലോ ഒരിക്കൽ കൂട്ടുകാരൻ ഒരുമിച്ച് നടക്കുമ്പോഴത്തേക്ക് ഒരു കല്ലെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കൂട്ടുകാരൻ ചോദിച്ചു, നീ എന്തിനാണ് കാണിക്കുന്നത്? ഈ കല്ല് എന്തിനു കൊള്ളാം? ഇറ്റ്സ് എ മാർബിൾ പീസ്. അവൻ പറഞ്ഞു, ഐ എം ഗോയിങ് ടു മേക്ക് ആൻ ഏഞ്ചൽ ഔട്ട് ഓഫ് ഇറ്റ്. ഞാനിതിൽ നിന്നൊരു മാലാഖയെ പണിയെടുക്കുകയാണ്, മാലാഖയെ ഉണ്ടാക്കാൻ പോവുകയാണ്. ഹൗ ക്യാൻ യു മേക്ക് ഇറ്റ്? നമ്മൾ ഇറ്റ് ഈസ് സോ ഈസി. എന്താ, എങ്ങനെയാണ് ഇത് പണിയാൻ പറ്റുന്നത്? ഐ സീ ആൻ ഏഞ്ചൽ ഇൻ ഇറ്റ് ആൻഡ് ഐ ചിസിൽ അവേ ദ റെസ്റ്റ് ഓഫ് ദ തിങ്സ്. ഞാൻ ഇതിനകത്തൊരു മാലാഖയെ കാണുന്നു, ബാക്കിയുള്ളതൊക്കെ ഞാനങ്ങ് ചെത്തിക്കളയുന്നു. ഈസിയാ, ഭയങ്കര ഈസിയാ. മൈക്കലാഞ്ചലോക്ക് ഈസിയാ. നമ്മുടെ പ്രശ്നം നമുക്കിതിനകത്തൊരു മാലാഖയെ കാണാനൊന്നും പറ്റുന്നില്ല. ഇതുപോലെ ഈ കല്ല് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ക്രിസ്തുവിൻ്റെ രൂപം ഒന്നും ഈ കല്ല് നോക്കിയിട്ട് ഇതിനകത്ത് ഞാൻ കണ്ണാടി നോക്കിയിട്ട് ഇതിനകത്ത് ക്രിസ്തുവിൻ്റെ രൂപം ഒന്നും കാണുന്നില്ല. പക്ഷേ യേശു നോക്കുമ്പോൾ എന്നിൽ ക്രിസ്തുവിൻ്റെ രൂപം കാണുന്നുണ്ട്. പക്ഷേ ചേരാത്ത ചിലതൊക്കെ ഉണ്ട്. അവനൂടി എടുത്ത് അതിങ്ങനെ ചിസിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേദനയെടുക്കും. അവിടെ തന്നെ ഇരുന്ന് കൊടുക്കണം, ഓടിപ്പോകരുത്. പണിയണമെങ്കിൽ എപ്പോഴും എന്താണ്, അവിടെ ഇരുന്ന് കൊടുത്താലേ പറ്റുള്ളൂ. ഓടിപ്പോയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് അവൻ നമ്മളെ സ്വർഗ്ഗസ്ഥലങ്ങളിൽ അവൻ്റെ സാമീപ്യത്തിൽ ക്രിസ്തുവിനോട് കൂടെ ഇരുത്തിയിരിക്കുകയാണ്. ഓടി നടക്കുന്നവനെ ഓടിച്ചിട്ട് പണിയാനൊന്നും കർത്താവിനെ കൊണ്ട് കഴിയത്തില്ല. കഴിയണമെങ്കിൽ അവനോട് ചേർന്നിരുന്നാലേ പറ്റുള്ളൂ. അവിടെയാണ് ആത്മസംസർഗം. ഞാൻ യേശുവിനെ പോലെ ആകണമെങ്കിൽ യേശുവിനോട് ചേർന്നിരുന്നാലേ പറ്റുള്ളൂ. അല്ലാതെ എനിക്ക് യേശുവിനെ പോലെ ആകാൻ കഴിയില്ല. പിന്നെ അത് അവൻ തന്നെ വളർന്നേ പറ്റുള്ളൂ. ഞാൻ എന്നെ ചിസിൽ ചെയ്യാനൊക്കെ നോക്കിയാൽ മിക്കപ്പോഴും അത് നടക്കുകയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ എന്നെ തന്നെ ചിസിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് മിക്കപ്പോഴും നടക്കുന്ന കാര്യമല്ല. അത് പണിയാൻ നമുക്കൊക്കത്തില്ല. അതുകൊണ്ട് എൻ്റെ ഈ കൊലോസ്യ ലേഖനത്തിൻ്റെ 2-ാമത്തെ ചാപ്റ്റർ വരുമ്പോഴത്തേക്ക് നമ്മൾ
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വേദഭാഗം ഞാൻ എബൈഡിങ് ആൻഡ് ഫ്രൂട്ട് ബെയറിംഗ് എന്ന് പറഞ്ഞൊരു മെസ്സേജിനകത്ത് ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ ഭാഗം എടുക്കുന്നില്ല. ശരിക്കും ഈ സെക്കൻഡ് ചാപ്റ്റർ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. ഒന്ന് ഓടിച്ച് മാത്രമേ ഞാൻ പറയുകയാണ്. ഈ സെക്കൻഡ് ചാപ്റ്ററിൽ ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. അവിടെ ഡീല് ചെയ്യുന്നത് സ്വയാശ്രയികളായ ചില ആളുകളെക്കുറിച്ചാണ്. അതായത് പണിയാൻ ദൈവത്തിന് വിട്ടുകൊടുക്കാതെ തന്നെ കയറി പണിയുന്ന ചില പാർട്ടികളെക്കുറിച്ചാണ് അവിടെ കാണുന്നത്. അവരെ കുറിച്ച് എഴുതിയിരിക്കുന്നത് സെക്കൻഡ് ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് തലയെ മുറുകെ പിടിക്കാത്ത പാർട്ടികളെന്നാണ്. തലയെ മുറുകെ പിടിക്കാതെ, അതായത് നമ്മളെക്കുറിച്ചുള്ള പണി 2-ാം അധ്യായത്തിന് 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഞാൻ വാക്യം വായിക്കാം. അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണ്ണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നുവെന്ന് നിങ്ങൾ അറിയാൻ ഇച്ഛിക്കുന്നു. ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും. യേശു ക്രിസ്തു നമുക്ക് എത്ര പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോഴും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ദൈവിക മർമ്മമാണ്. കാരണം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നത്. പാരഫ്രൈസ് വേർഷൻ എഴുതിയിരിക്കുന്നത് ഇൻ ഹിം ലൈ ഹിഡൻ ഓൾ ദി മൈറ്റി അൺടാപ്ഡ് ട്രഷേഴ്സ് ഓഫ് വിസ്ഡം ആൻഡ് നോളജ്. In him lie hidden all the mighty untapped treasures of wisdom and knowledge. ടാപ്പ് ചെയ്തിട്ടില്ലെന്ന് ഇതുവരെ. യേശുക്രിസ്തുവിനെ ഇതുവരെയും മുഴുവനായിട്ട് ആരും എന്ത് ചെയ്തിട്ടില്ല? ടാപ്പ് ചെയ്തിട്ടില്ല. ആ റിസർവോയറിൽ എത്രയും വെള്ളമുണ്ടെന്നുള്ളത് ഒരു മനുഷ്യൻ ഇന്നുവരെ കണ്ടിട്ട് പോലുമില്ല. ടാപ്പ് തുറന്നിട്ടില്ലാത്ത റിസർവോയറുകൾ ക്രിസ്തുവിൽ ഉള്ളടങ്ങിയിരിക്കുന്നു. അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്നു. നമ്മൾ ഈ വേദവസം, ഞാൻ വാസ്തവത്തിൽ ആലോചിച്ചിട്ടുണ്ട്, വേദവസം എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ പഠിക്കുന്നു. എത്രയോ വർഷങ്ങൾ, എത്ര പ്രാവശ്യം മാറി മാറി വായിച്ച് പഠിക്കുന്നു. ഞാൻ 39 വർഷമായിട്ട് വേദവസം കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാനും പഠിക്കാനും പരിശ്രമിക്കുന്നുണ്ട്. വലിയ കൂടിയ സമയമൊന്നും ആയിരിക്കത്തില്ല. പക്ഷേ വേറെ കാര്യമുണ്ട്, ഇപ്പോഴും വായിക്കുമ്പം ഇതുവരെയും I look at it, I always see that I just scratch the outer skin. I did not go deep into it. എനിക്ക് തോന്നുന്ന രീതിയിലാണ് ഈ പുറന്തോട്ടിൽ നിന്ന് ഏണ്ടൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിനകത്തോട്ടൊന്നും കയറിയിട്ടില്ലെന്നുള്ളത് എനിക്കെപ്പോഴും മനസ്സിലാകും. കാര്യം അത്രയ്ക്കും ഈ എഴുതപ്പെട്ട ദൈവവചനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഗുപ്തമായ കാര്യങ്ങൾ ഒതുങ്ങിയിരിക്കുന്നെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ബീയിങ്ങിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇൻ ഹിം ലൈ ഹിഡൻ ഓൾ ദ മൈറ്റി അൺടാപ്ഡ് ട്രഷേഴ്സ് ഓഫ് വിസ്ഡം ആൻഡ് നോളജ്. 4-ാമത്തെ വാക്യത്തിൽ വശീകരണ വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ ചതിപ്പാതിരിപ്പാൻ നോപ്പീൻ. മുഴുവൻ അങ്ങോട്ട് വായിക്കുന്നില്ല. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയും നടപ്പീൻ. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിക്കുന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞിരിപ്പീൻ. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾക്കൊത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിനൊത്തവണ്ണമല്ല. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചിരിക്കുന്നു. ഇതെല്ലാം ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. എങ്കിലും അവിടെ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ തലയായ ക്രിസ്തുവിൽ നിന്നാണ്. അതായത് നിങ്ങൾ ആകയാൽ കർത്താവായ യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ, അവനുമായിട്ടുള്ള ഫെലോഷിപ്പിൽ നടപ്പീൻ. അവനിൽ വേരൂന്നിയും ഗോ ഡീപ്പ് റൂട്ടഡായിട്ട് താഴോട്ടും വേണം, ആത്മീക വർധന പ്രാപിച്ചും. റൂട്ടഡ് ആൻഡ് ബിൽഡ്. താഴോട്ടും പോകണം, മുകളിലോട്ടും പോകണം. വളർച്ചയുടെ പ്രത്യേകത ഏതാണ്? വളർച്ച എന്ന് പറയുന്നത് മുകളിലോട്ട് മാത്രം പോയി കഴിഞ്ഞാൽ ഒരു കാറ്റടിക്കുമ്പം താഴെ വീഴും, ഇല്ലേ? പക്ഷെ താഴോട്ട് നമുക്ക് മുകളിലോട്ട് എത്ര ഉണ്ടോ അതിനേക്കാൾ കൂടുതൽ താഴോട്ട് ഡീപ്പായിട്ട് പോകണം. അവനിലേക്ക് അവനിൽ വേരൂന്നിയും. കാര്യം എത്ര ചെന്നാലും പിന്നെയും അവിടെ എല്ലാം നമ്മളെ പരിപോഷിപ്പിക്കത്തക്ക രീതിയിൽ അവനിൽ നിക്ഷേപങ്ങൾ ഗുപ്തമായിട്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് വെറും തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിച്ചോളും. വലിയ വലിയ ഫിലോസഫിയും മറ്റേത് മറിച്ചതൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകളെ നിങ്ങൾ നോക്കിക്കോണം, സൂക്ഷിച്ചോണം. ഇവിടെ ഫിലോസഫിയുടെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ക്രിസ്തുവാണ്. ഇറ്റ് ഈസ് ക്രൈസ്റ്റ്. ക്രിസ്തു. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ വാക്യം എടുത്തു പറഞ്ഞതിൻ്റെ 2-ാമത്തെ വാക്യം, അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും. നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ഫിലോസഫിക്കലായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത്. എന്താണ്? വി നീഡ് ക്രൈസ്റ്റ്. ബിക്കോസ് ആ ക്രൈസ്റ്റാണ് ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനം. യേശുക്രിസ്തുവിനെയാണ് നമ്മൾ
ഉൾക്കൊള്ളേണ്ടത്, നമ്മൾ ഭക്ഷിക്കേണ്ടത് അവനിൽ നിന്നാണ്. തലയായവൻ, നമ്മൾ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് വേഴ്സ് 19 വാക്യത്തിൽ, തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും വളർച്ച പ്രാപിച്ചും ഇരിക്കുന്നത്. കാരണം അവൻ തലയും, അതാണ് നമ്മുടെ റിലേഷൻ, വി സേ അബൌട്ട് ഇറ്റ്. അവൻ തലയാണ്, നമ്മൾ അവൻ്റെ ശരീരമാണ്. ഈ തലയിൽ നിന്ന് വേണം താഴോട്ട് ഇറങ്ങി വരാൻ. അതിൻ്റെ മുമ്പത്തെ വാക്യത്തിൽ 18 വാക്യത്തിൽ, താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിൽ രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും, അവരാണ് തനിയെ വളരാനായിട്ട് നോക്കുന്നത്, തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്ന ആരും നിങ്ങളുടെ വിരുദ് തെറ്റിക്കരുത്. യേശുവിങ്കലേക്ക് നിങ്ങളെ കൊണ്ടുപോകാത്ത ആളുകളെ ആരെയും നിങ്ങൾ വിശ്വസിക്കരുത്. ഏത് പ്രസംഗവും എന്തിനു വേണ്ടിയാണ്? യേശുവിങ്കലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. കാരണം നിങ്ങളുടെ വളർച്ച നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ യേശു തലയും നിങ്ങൾ ശരീരവുമാകുന്ന ആ ഒരു ഫെലോഷിപ്പിലേക്ക് വന്നെങ്കിലേ പറ്റുകയുള്ളൂ. അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ആ കാര്യത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് പറ്റാം. അടുത്തതായിട്ട്, ഈ വീണ്ടെടുപ്പിൻ്റെ കാര്യത്തിൽ നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നതിൻ്റെ അടുത്ത ലക്ഷ്യം നമ്മളെ എക്വിപ്പ് ചെയ്യുക. എന്നാൽ അതിനോട് ചേർന്ന് ഏകദേശം അതിന് സമാനമായ ഒരു വാക്യമുണ്ട്. എക്വിപ്പ് ചെയ്യുക എന്ന് മാത്രമല്ല, തികഞ്ഞവരാക്കുക. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു വാക്യം ഇതാണ്: അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടി ഉപദേശിക്കുകയും ചെയ്യും. നമ്മളെ കുറിച്ചുള്ള മരുഭൂമിയിൽ നമ്മളെ ദൈവം ആക്കിയിരിക്കുന്നതിൻ്റെ കാര്യം നമ്മളെ ഇവിടെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി നമ്മളെ എക്വിപ്പ് ചെയ്യുകയാണ്. സ്വർഗത്തിലേക്ക് പോകാനായിട്ട് നമ്മളെ എക്വിപ്പ് ചെയ്യുകയാണ്. അതേസമയം ആ എക്വിപ്പ് ചെയ്യുന്നത് തന്നെ എങ്ങനെ എക്വിപ്പ് ചെയ്യാനാണ്? പെർഫെക്റ്റായിട്ട് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കേണ്ടതിന്. 10-ാമത്തെ വാക്യം, 1-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പോൾ പറയുന്നത്, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന്. നമ്മളൊക്കെ പലപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, എന്താ? എൻ്റെ ബ്രദറെ, വല്ല വിധേനയും മരിച്ചോണ്ടിരുന്ന പുനരുദ്ധാനം പ്രാപിച്ച് അങ്ങ് ചെല്ലണം, അല്ല എന്തോ നമ്മൾ അല്ലേ, വല്ല വിധേനയും. അങ്ങനെ വല്ല വിധേനയും ജീവിക്കാനല്ല നമ്മളെ ദൈവം ഭൂമിയിലാക്കിയിരിക്കുന്നത്. പൂർണ്ണ പ്രസാദത്തിനായി മുഴുവനും, വല്ല വിധേനയുമല്ല, പൂർണ്ണപ്രസാദനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. ആ വാക്കുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11 മുതൽ ഉള്ള വാക്യങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നൊരു കാര്യം, അവൻ ചിലരെ അപ്പോസ്തലന്മാരെ, നമുക്ക് അറിയാവുന്ന വാക്യമാണ്. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12-ാമത്തെ, അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം. ആളുകൾ നമ്മൾ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നത് നല്ല കാര്യമാണ്. പക്ഷേ രക്ഷയിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ ഇട്ടേച്ച് പോകാനൊന്നുമല്ല, അവരെ നമ്മൾ എക്വിപ്പ് ചെയ്തേ പറ്റുള്ളൂ. എത്രത്തോളം? അവരെ തികഞ്ഞവരാക്കുക. അവനെ പോലെ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനായിട്ട്, ഇല്ലേ? അങ്ങനെ 15-ാം വാക്യത്തിലെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ, അവനെ പോലെയാകാൻ. അത് കഴിയണമെങ്കിൽ തലയും ശരീരവും പോലെയുള്ള, ക്രിസ്തു എന്ന തലയോളം വളരണമെങ്കിൽ ആ തലയും ശരീരവും പോലെയുള്ള ഒരു ഫെലോഷിപ്പിലൂടെ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. അതിനാണ് കർത്താവിനെ, അവിടെയാണ് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന വാക്യത്തിൻ്റെ അർത്ഥം. വേറൊരു കാര്യം കൂടെ, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിച്ച പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. പുതിയ മനുഷ്യൻ, അതായത് ദൈവത്തിൻ്റെ ആ പ്രത്യേകത, നമ്മളുടെ ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? പുതിയ മനുഷ്യനെ ധരിക്കുന്ന ഒരു സ്റ്റേജ്, കർത്താവിനെ തന്നെ ധരിക്കുന്നതായ ഒരു സ്റ്റേജ്. നമ്മൾ എഗെയിൻ ഇവിടെ ദൈവം നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയിൽ നമ്മൾ അവനോട് കൂടെ, നമ്മൾ പല കാര്യങ്ങൾ ഞാൻ നിങ്ങൾ വെറുതെ സ്കിപ്പ് ചെയ്ത് പോയെന്നുകൊണ്ടാണ്, അവൻ്റെ കൂട്ടായ്മയിൽ. കൊലോസ്യ 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ, കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്ന, ആകയാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പി. ഞാൻ പറഞ്ഞല്ലോ, വി നീഡ് ടു സീ ദാറ്റ് വി ആർ റൂട്ടഡ് ഇൻ ഹിം ആൻഡ് വി ആർ ബിൽറ്റ് ഇൻ ഹിം. അവനിൽ പണിയപ്പെടുന്നതായ ഒരു സ്റ്റേജ് ഉണ്ടാകണം. എന്താണ് കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അല്ലെങ്കിൽ ശരിക്കും അതിൻ്റെ അടിസ്ഥാനപരമായി പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഫെലോഷിപ്പാണ്. ദൈവവും യേശുവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുവും തമ്മിലുള്ള ബന്ധം മാറി നിന്ന് കാണുന്ന ഒരു ബന്ധം അല്ല. നമുക്ക് പലരുമായിട്ട് ബന്ധമുണ്ട്, മാറി നിന്ന് കാണുന്ന
അനേകരുണ്ട്. പല ബഹുമാന്യരായ ആളുകളെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മാറി നിന്ന് കാണുന്നുണ്ട്. പക്ഷേ യേശുവിൻ്റെ കാര്യത്തിൽ നമുക്ക് ബഹുമാനമില്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ ബഹുമാനം മാത്രമല്ല ഇവിടെ പറയുന്നത്. എന്താണ്? റിലേഷനാണ്. ഫെലോഷിപ്പ്. റിലേഷൻഷിപ്പ് ഈസ് ഫെലോഷിപ്പ്. 2-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നത്. അതായത് തലയും ശരീരവും തമ്മിലുള്ള ബന്ധം പോലെയാണ് എന്ത്? നമ്മളും യേശു കർത്താവും തമ്മിലുള്ള ബന്ധം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ശരീരവും തലയും തമ്മിലുള്ള ബന്ധം, ശരീരത്തിലേക്കുള്ള സകല കാര്യങ്ങളും ഒഴുകി വരുന്നത് ശരിക്കും പറഞ്ഞാൽ എവിടെ നിന്നാണ്? തലയിൽ നിന്നാണ്. എന്നതുപോലെ എൻ്റെ കംപ്ലീറ്റ് സോഴ്സ് യേശു ആയിരിക്കുന്ന ഒരു സ്റ്റേജ്. ഞാൻ പല പ്രാവശ്യം ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യം. അതായത് എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എനിക്ക് വേറെ ഒരു സോഴ്സ് ആവശ്യമില്ല. എനിക്കത് സഹിക്കാനായിട്ട് പറ്റത്തില്ല. ഒരു എക്സ്റ്റേണൽ സോഴ്സ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് ഉണ്ടാകുമ്പോഴത്തേക്ക് എനിക്ക് അസ്വസ്ഥതയാണ്. അത് പറ്റില്ല. ഒരു ഫോറിൻ ബോഡി, നമ്മളുടെ ഒരു ഫോറിൻ അല്ലെങ്കിൽ മറ്റൊരു മറ്റൊരാളിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കാനോ മറ്റൊന്നിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കാനോ എനിക്ക് കഴിയാതെ വരണം. എൻ്റെ ബോഡിയിലേക്ക് ഒഴുകി വരുന്നത് മുഴുവൻ എവിടെ നിന്നായിരിക്കണം? ഈ തലയിൽ നിന്നായിരിക്കണം. യേശു കർത്താവിൽ നിന്ന് മാത്രമേ എന്നിലേക്ക് എന്ത് ഒഴുകി വരാവൂ. വേറെ ഒന്നും, ഒരു കാരണവശാലും ഒന്നും, ഒരു എക്സ്റ്റേണൽ ഒരു സോഴ്സ് എനിക്ക് ഉണ്ടാകാതിരിക്കത്തക്ക രീതിയിൽ. അതുകൊണ്ടാണ് തലയായവനിൽ നിന്നല്ലോ ശരീരത്തിലേക്ക്, ഈ ഞരമ്പുകളിലേക്കെല്ലാം ഒഴുകി വരുന്നത്. എൻ്റെ കയ്യുടെ വിരലൊന്ന് അല്ലെങ്കിൽ കാലിൻ്റെ വിരലൊന്ന് തട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് തലയിൽ അതിൻ്റെ വേദന അനുഭവിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത്, ബാക്കിയുള്ള കാര്യങ്ങൾ. ഒരു എക്സ്റ്റേണൽ ബോഡിയിലുള്ള പെയിൻ അത്രയും വലിയ പെയിൻ ആയിരിക്കത്തില്ല. പക്ഷേ എൻ്റെ കാലം തട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര പെയിൻ ആയിരിക്കും, ഇല്ലേ? വിയറ്റ്നാം യുദ്ധം നടന്നു. ജേർണലിസം ക്ലാസ്സിൽ പറഞ്ഞ ഒരു കഥയാണ്. വിയറ്റ്നാം യുദ്ധം നടന്ന സമയത്ത് ഒരു പ്രൊഫസർ ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞു, ഇന്ന് രാവിലെ വിയറ്റ്നാം യുദ്ധത്തേക്കാൾ വേദനാജനകമായ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. അപ്പോൾ സ്റ്റുഡൻസ് എല്ലാവരും ചോദിച്ചു, എന്ത് പറ്റി സാർ? അല്ല, എൻ്റെ കാലം തട്ടിയ കാര്യം പറഞ്ഞാൽ തന്നു. കാര്യം വിയറ്റ്നാം യുദ്ധം എവിടെയാണ് നടക്കുന്നത്? അത് വലിയ പത്രത്തിലൊക്കെ എഴുതാൻ കൊള്ളാം, പക്ഷേ എൻ്റെ കാല് തട്ടുമ്പോഴാണ് വിയറ്റ്നാം യുദ്ധത്തേക്കാൾ എനിക്ക് വേദന എടുക്കുന്നത്, ഇല്ലേ? ഈ കാലൊന്ന് തട്ടുമ്പോൾ അത് തലയിൽ വേദനയാകുന്നു. ഉടനെ തന്നെ ഞാനിത് ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ എൻ്റെ കൈക്ക് ഓർഡർ കിട്ടി, എൻ്റെ ശരീരത്തിന് ഓർഡർ കിട്ടി, ഞാൻ നിൽക്കുന്നതിന് ഓർഡർ കിട്ടി. ലോട്ട് ഓഫ് തിങ്സ്, ഇല്ലേ? ലോട്ട് ഓഫ് തിങ്സ്. റിഫ്ലെക്സ് ആക്ഷൻസ് ഒക്കെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ എല്ലാം തല വർക്ക് ചെയ്യുന്നതുകൊണ്ടല്ലേ. നമ്മുടെ കൈ കാണാൻ അറിയാതെ എവിടെയെങ്കിലും ഒരു ചൂടുള്ള സ്ഥലത്തേക്ക് കാണാൻ തൊട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വായിലേക്ക് നമ്മൾ വിരലിങ്ങനെ പോകുന്നത് കാണാം. അതൊന്നും ആലോചിച്ചിട്ടൊന്നുമല്ല. അന്നേരം ആലോചിക്കുന്നുണ്ടോ എന്താ ഇത് ഈ പൊള്ളൽ മാറ്റാനായിട്ട് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടൊന്നുമല്ല. ഇതുപോലെയാണ് യേശുവും ഞാനും തമ്മിലുള്ള ബന്ധം. എൻ്റെ ഏത് ചെറിയ ചലനങ്ങളെപ്പോലും എന്ത് ചെയ്യുന്നുണ്ട്? യേശു അറിയുക മാത്രമല്ല നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ ബോഡിക്ക് ഏറ്റവും ബെസ്റ്റ് എന്താണോ അത് എൻ്റെ തല ചെയ്തുകൊണ്ടിരിക്കും, ഇല്ലേ? തല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലെ ഒരു വലിയ ചിന്തന തന്നെ, തല എന്ന് പറഞ്ഞാൽ ഭരിക്കാനുള്ളതാണെന്നാണ്. ഭരിക്കാൻ മാത്രമല്ല, നമ്മൾ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ കല്യാണത്തിന് വായിക്കുന്ന വാക്യത്തിലും പെട്ടെന്ന് നമ്മൾ ഓർക്കാത്ത ഒരു കാര്യമുണ്ട്. എന്താണ്? പുരുഷൻ്റെ തല ക്രിസ്തു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പറയുന്ന കൂട്ടത്തിലുണ്ട്, അവിടെ എങ്ങനെയാണ് യേശു കർത്താവ് സഭയുടെ തലയായിരിക്കുന്നത്. ആ ഭാഗം അതുമായിട്ട് റിലേറ്റഡ് അല്ലെങ്കിലും അവിടെ നമ്മൾ ഓർക്കുന്ന അല്ലെങ്കിൽ പോൾ പറയുന്നതായ കാര്യത്തിൽ 5-ാം അധ്യായത്തിൻ്റെ ഞാൻ വാക്യം വായിക്കാം. 23-ാമത്തെ വാക്യത്തിൽ ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ. അപ്പോൾ തലയുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാഥമികമായ ജോലി ഭരിക്കുക എന്ന് മാത്രമല്ല, എന്താണ്? രക്ഷിക്കുക എന്നുള്ളതാണ്. രക്ഷിക്കണമെങ്കിൽ ചിലപ്പം ഭരണം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വഴക്ക് പറയുന്നതൊക്കെ, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല, അല്ലേ? രക്ഷിക്കണമെങ്കിൽ ചിലപ്പോൾ എന്തുള്ള ആവശ്യമുണ്ട്? ഭരണം ആവശ്യമുണ്ട്. പക്ഷേ ഭരിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ്? രക്ഷിക്കാൻ വേണ്ടിയാണ്. ഇതാണ് യേശു കർത്താവും ഞാനും തമ്മിലുള്ള ഒരു ബന്ധമെന്ന് പറയുന്നത്. എന്ത്? അവൻ എന്നെ ടോട്ടലി, അതുകൊണ്ട് ഞാൻ റിഫ്ലെക്സ് ആക്ഷൻ്റെ കാര്യം പെട്ടെന്ന് പറയാനുള്ള കാര്യം, അതായത് ഞാൻ പോലും അറിയാതെ, ബുദ്ധിയോ ഒന്നും വർക്ക് ചെയ്യാതെ, അതായത് എൻ്റെ കൈയൊന്നും ആലോചിക്കുന്നൊന്നുമില്ല. ഈ റിഫ്ലെക്സ് ആക്ഷനിൽ എന്തില്ല? ചിന്ത ഒന്നുമില്ല, അതൊന്നുമില്ല. അന്നേരം കയ്യോ കാലോ, ഒരു കൈക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉടനെ മറ്റേ കൈ ഒരു പക്ഷേ താങ്ങി, ഇറ്റ് ഹാപ്പൻസ്. എന്താണ്? ഈ തലയും ശരീരവും തമ്മിലുള്ള ബന്ധമാണ്. എന്നാൽ ആ ശരീരവും തലയും തമ്മിലുള്ള ബന്ധത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ സന്ധിമജ്ജകളിൽ ഇടയ്ക്ക് ചിലപ്പോൾ എന്താണ്, നമ്മുടെ കൈക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അറിയത്തോലില്ല, മറ്റേ കൈ അറിയുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ രക്തയോട്ടം കുറഞ്ഞത് കൊണ്ടോ നിലച്ചത് കൊണ്ടൊക്കെയാണ്.
ഇല്ലേ? അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം? ഈ തലയുമായിട്ടുള്ള റിലേഷൻ, ആ തലയിൽ നിന്ന് ഈ സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ചിന്തകളൊക്കെ അല്ലെങ്കിൽ നമ്മളെ രക്ഷിക്കാനായിട്ട് അവൻ കൊടുക്കുന്ന ഓർഡറൊക്കെ താഴെ വരത്തക്ക രീതിയിൽ എപ്പോഴും ഇത് ക്ലിയർ ആക്കിയിരിക്കണം. അത്രയും മാത്രമേ. അതെപ്പോഴും അവിടെയാണ് നമ്മൾ കർത്താവുമായിട്ടുള്ള ബന്ധം സൂക്ഷിക്കേണ്ട കാര്യം. പക്ഷേ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് എന്താണ്? യേശു ക്രിസ്തുവായിട്ടുള്ള കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ശരീരവും തലയും തമ്മിലുള്ള ബന്ധം പോലെ ഉള്ള ബന്ധമാണ്. അതാണ് യേശുവും ഞാനും തമ്മിലുള്ള ബന്ധം. അതാണ് ഒരു മിസ്റ്റിക്കൽ യൂണിയൻ എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ബന്ധം എന്താണ്? കൊമ്പും മുന്തിരിവള്ളിയും തമ്മിലുള്ള ബന്ധം. അതുതന്നെയാണ് തലയും ശരീരവും തമ്മിലുള്ള ബന്ധം. അപ്പോൾ സഭയും യേശുക്രിസ്തുവും തമ്മിലുള്ള ബന്ധം കാണിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് ഉപമകൾ അല്ലെങ്കിൽ രണ്ട് സമാനതകൾ പറഞ്ഞിരിക്കുന്നത് രണ്ടും അസാമാന്യമായ നിലയിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന നിലയിലുള്ള ഒരു ബന്ധമാണ്. എന്ത്? മുന്തിരിവള്ളിയും കൊമ്പും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടില്ല, അല്ലെങ്കിൽ സ്വയമായിട്ട് കായ്പാൻ കഴിയുകയില്ല. ആ കൊമ്പ് മുന്തിരിവള്ളിയിലേക്ക് ചുമ്മാ കൊണ്ട് വെച്ച് പിടിപ്പിച്ചേച്ച് അല്ലെങ്കിൽ ചുമ്മാ ഒട്ടിച്ച് വെച്ചാൽ മാത്രം പറ്റത്തില്ല. എന്താണ്? അത് ബഡഡ് ആകണം. ബഡഡ് ആയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അതിലേക്ക് ഈ ജീവരസം ഒഴുകി ചെല്ലത്തുള്ളൂ. എൻ്റെ തല, നമുക്ക് മറ്റ് പുരാണങ്ങളുടെ മറ്റും തല മാറട്ടെ എന്ന് പറയുമ്പോൾ വേറെ തലയൊക്കെ കയറി വരുമായിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ തല മാറ്റാനൊന്നും പറ്റുന്ന ഒരു സ്റ്റേജ് അല്ല. എനിക്ക് വേറെ വേണ്ടതാണ്. എനിക്ക് വേറെ തലയൊന്നും ആവശ്യമില്ല. കാര്യം ഞാനിത് എൻജോയ് ചെയ്ത് ആ ഫെലോഷിപ്പിൽ ജീവിക്കുമ്പോഴത്തേക്ക് എനിക്ക് വേറെ ഒന്നിനെക്കുറിച്ചും ആലോചിക്കാനുള്ള സമയം പോലും, അല്ലെങ്കിൽ ആ സമയമൊന്നുമല്ല, ഞാൻ ആലോചിക്കുന്നില്ല. എനിക്ക് വേണ്ട. എനിക്ക് ലോകത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ലോകത്തിൻ്റെ തല കയറ്റി വെക്കാൻ എനിക്ക് വേണ്ടല്ലോ. എനിക്കതിനകത്ത് രസിക്കാനായിട്ട് കഴിയുകയില്ല. എൻ്റെ സകല കാര്യങ്ങളും ആരുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്? യേശുവുമായിട്ട് ബന്ധപ്പെട്ടാണ്. എൻ്റെ സോഴ്സ് ആര് മാത്രമായിരിക്കും? യേശു മാത്രമായിരിക്കും. എൻ്റെ മനസ്സ് യേശുവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. എൻ്റെ ചിന്തകൾ യേശുവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. എൻ്റെ പ്രവൃത്തികൾ യേശുവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. എൻ്റെ കാഴ്ചപ്പാടുകൾ യേശുവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. എല്ലാം എൻ്റെ സ്റ്റാൻഡേർഡ് ക്രിസ്തുവാണ്. ഇനി 3-ാം അധ്യായത്തിലേക്ക് ഞാൻ പറഞ്ഞ 2-ാം അധ്യായം നമ്മളുടെ എബൈഡിങ്ങിനകത്ത് വരുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനത് ഇപ്പോൾ എടുക്കാനായിട്ട് ഉപയോഗിക്കാത്തത്. 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ ചില കാര്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ സമയപരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറയുകയാണ്. അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, അതായത് ഈ 2 അധ്യായങ്ങളിലും പറഞ്ഞൊരു കാര്യം അതാണ്. എന്ത്? നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റപ്പെട്ടിരിക്കുന്നു. എന്തിനാണ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്? അവനോടുകൂടെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. അവൻ നമ്മിലേക്ക് പകർന്ന ജീവൻ കൊണ്ട് മാത്രമാണ് എനിക്ക് അങ്ങനെ ഒരു ജീവിതം പറ്റുന്നത്. അല്ലെങ്കിൽ പറ്റുമായിരുന്നില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് ഐ വാസ് റേസ്ഡ് ഫ്രം ദ ഡെഡ്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്നവരായ നമ്മയും അവൻ ഉയിർപ്പിച്ചു. ഇപ്പം ഞാൻ ആരുടെ കൂടെയാണ്? അവൻ എന്നെ സ്വർഗ്ഗസ്ഥലങ്ങളിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തിരിക്കുകയാണ്. ഐ എം വിത്ത് ക്രൈസ്റ്റ് ആൻഡ് ദ ലൈഫ് ദാറ്റ് ഈസ് വിതിൻ മീ, ഇറ്റ് ഈസ് എ റിസൺ ലൈഫ്. അല്ലെങ്കിൽ അത് ഉയിർപ്പിക്കപ്പെട്ട ഒരു ജീവനാണ്. ക്രിസ്തുവിനോടുകൂടെ ഉയിർപ്പിക്കപ്പെട്ട ജീവനാണ്. എൻ്റെ പഴയ ജീവിതവുമല്ല. കാര്യം എൻ്റെ പഴയ മനുഷ്യനെ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. അതിനെ ഞാൻ അടക്കിയിരിക്കുന്നു, അല്ലേ? അതിനെ ഞാൻ കുഴിച്ചിട്ടിരിക്കുന്നു. ഇനി അതിന് ഉയർന്നു വരാൻ കഴിയാതെ വണ്ണം ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ സെൽഫിനെ ഞാൻ ക്രൂശിച്ചിരിക്കുന്നു. നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ബോധപൂർവമായ പ്രവൃത്തികളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല, നിങ്ങളുടെ ആകമാനമായിട്ട് കുറച്ചുകൂടെ ആഴത്തിലേക്ക് പോകണം. അതിൻ്റെ ഭാഗം തന്നെയാണ്. നിങ്ങൾ അവനിൽ വേരൊന്നിയും ആത്മീക വർധന പ്രാപിച്ചും താഴോട്ടും മുകളിലോട്ടും എല്ലാം ക്രൈസ്റ്റ് സെൻറ്റേഡാണ്. ഞാൻ പറഞ്ഞല്ലോ, പോളിൻ്റെ പുസ്തകങ്ങളുടെ കാതൽ എന്ന് പറയുന്നത് വിശ്വാസത്താലുള്ള നീതീകരണമൊന്നുമല്ല. അതൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഡിഫെൻഡിങ് ഡോക്ടറിൻ എന്ന നിലയിൽ യഹൂദന്മാരോട് സംസാരിച്ചപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ ആത്യന്തികമായി എന്താണ്? ക്രൈസ്റ്റ് ഇൻ ആൻഡ് ഇൻ ക്രൈസ്റ്റ്. അതാണ് പോൾ പറയുന്നത്. അങ്ങനെ കൊലോസ്യ ലേഖനത്തിലും എഫേസ്യ ലേഖനത്തിലും എല്ലാം പറയുന്ന ആ ഒരു പ്രധാനം, നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ഇനി നിങ്ങൾ ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ഇടയമായ ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. എനിക്ക് ഇത് അവേഴ്സ് ആൻഡ് അവേഴ്സ് നമ്മൾ ആലോചിച്ചാൽ പോലും മനസ്സിലാക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ള ഒരു ആത്മീക യാഥാർത്ഥ്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒരു പക്ഷേ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ചില ഭാഗങ്ങൾ ഇതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അതാണ് സത്യം, അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്ത്? നമ്മൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ അതായത് വെൻ ഐ ഡൈഡ് വിത്ത് ക്രൈസ്റ്റ്, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടപ്പോൾ ഞാനും ക്രിസ്തുവും തമ്മിൽ ബൗണ്ട് ആയതാണ്. അവിടെയാണ് യൂണിയൻ തുടങ്ങുന്നത്. അതാണ് റോമാലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ
കാണുന്നത്. അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ. നോക്ക്, നമ്മൾ യേശുവുമായിട്ട് ബന്ധപ്പെടുന്ന ആദ്യത്തെ മീറ്റിംഗ് പോയിന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ക്രോസ്. ഇറ്റ്സ് എ ക്രോസ്. അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ. യേശുക്രിസ്തുവിൻ്റെ ജനനം, യേശുക്രിസ്തു ഖാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി, യേശുക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു, യേശു ലാസറിനെ ഉയർപ്പിച്ചു. ഇതെല്ലാം യേശുവിൻ്റെ ജീവിതത്തിൽ അവൻ്റെ ദൈവികതയും അവൻ്റെ മാനുഷികതയും അവൻ്റെ ഇടപെടലും എല്ലാം അതിനകത്ത് എനിക്ക് കണ്ടു പഠിക്കാനായിട്ട് പറ്റും. പക്ഷേ ആത്മാവിൻ്റെ ലോകത്ത് ഞാനും യേശുവും കൂടെ ഒന്ന് ചുറ്റിക്കെട്ടി വരുന്ന ആ യൂണിയൻ നടക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ക്രോസിലാണ്. അതിനു മുമ്പുള്ള കാര്യങ്ങളൊക്കെ അപ്രസക്തമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ക്രോസിലാണ് അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. യേശുക്രിസ്തുവിനോടുകൂടെ അവൻ്റെ സുവിശേഷങ്ങളിലെ ജീവിത ശൈലി കണ്ട് എനിക്ക് നടക്കാൻ പറ്റും. അവനെപ്പോലെ ജീവിക്കാൻ ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ എന്നെ ബന്ധപ്പെടുത്തുന്നത് അവൻ്റെ ജനനത്തെങ്കിലല്ല. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ബെത്ലഹേമിലായിരുന്നില്ല, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ഗലീലയിലായിരുന്നില്ല, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ബഥാന്യയിൽ ലാസറിൻ്റെ ഉയർപ്പിച്ച കല്ലറയിൽ ഞാൻ ആയിരുന്നില്ല. പക്ഷേ ഞാൻ ക്രിസ്തുവിനോടുകൂടെ കാൽവരി ക്രൂസിലായിരുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അവിടെയാണ് ആത്മലോകത്ത് ഞാനും യേശുവും ഏകീഭവിക്കുന്നത്. കാൽവറി ക്രൂസിൽ യേശു മരിച്ചപ്പോൾ ഞാനും മരിച്ചു. ബഥാന്യയിൽ ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ ഞാനും ഉയർത്തില്ല. പക്ഷേ കാൽവറി ക്രൂസിൽ യേശു മരിച്ചപ്പോൾ ഞാനും മരിച്ചു. അങ്ങനെയാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു ഇല്ലേ? ക്രിസ്തുവിനോടുകൂടെ വെള്ളം വീഞ്ഞാക്കിയില്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അവിടെയാണ് ക്രോസിൻ്റെ പ്രാധാന്യം. ക്രിസ്തുവിനോടുകൂടെ ഞാൻ വെള്ളം വീഞ്ഞാക്കിയില്ല, ക്രിസ്തുവിനോടുകൂടെ ഞാൻ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചില്ല, പക്ഷേ ക്രിസ്തുവിനോടുകൂടെ ഞാൻ മരിച്ചു. ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്. അങ്ങനെ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ടു, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ഇനി ഉത്തരവാദിത്വം പിന്നെയും വർദ്ധിക്കുകയാണ്. എന്താണെന്നറിയാമോ? ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ആ ഉയരത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്. സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം സ്വർണ്ണത്തെക്കുറിച്ച് പറയുന്ന ആളുകൾ ശ്രദ്ധിക്കുക. സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം സ്വർണ്ണത്തെക്കുറിച്ചല്ല പറയേണ്ടത്. സ്വർഗത്തിൻ്റെ പ്രത്യേകത ക്രിസ്തു, അവിടെ എഴുതിയിരിക്കുന്ന കാര്യമാണ്, ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് തിങ്, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ കാര്യം. എന്ത്? ക്രിസ്തു ഇരിക്കുന്നത് കൊണ്ടാണ് അത് സ്വർഗമാകുന്നത്. അല്ലെങ്കിൽ അത് സ്വർഗമാകുന്നില്ല. അല്ലെങ്കിൽ അതൊരു സ്ഥലമാണ്. അതൊരു സ്ഥലമാണ്. ആ സ്ഥലമല്ല ഇവിടുത്തെ പ്രാധാന്യം. എന്താണ്? ക്രൈസ്റ്റ് ഈസ് സീറ്റഡ് അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ സ്വർഗത്തിലുള്ളത്, ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീൻ. എന്താണ് ഇവിടെ അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക്? സെറ്റ് യുവർ മൈൻഡ്സ് ഓൺ തിങ്സ് ദാറ്റ് ആർ അബവ്, നോട്ട് ഓൺ തിങ്സ് ദാറ്റ് ആർ അപ്പോൺ എർത്ത്. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ. അവിടെ നിങ്ങളുടെ മനസ്സ് സെറ്റ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളുടെ മനസ്സ് സെറ്റ് ചെയ്യാൻ. അതായത് യേശുവിനോടുകൂടെ നമ്മൾ മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റു. ഇനിയിപ്പോൾ അവനോടുകൂടെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനാണ് നമ്മൾ നടക്കുകയാണ് അവൻ്റെ കൂടെ. പക്ഷേ നടക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നടക്കരുത്. നമ്മുടെ മനസ്സും കൂടെ എവിടെ സെറ്റ് ചെയ്യണം? ക്രിസ്തുവിൻ്റെ മനസ്സ് എവിടെയാണോ അവിടെ വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ. ക്രിസ്തുവിൻ്റെ സ്റ്റാൻഡേർഡ് എന്താണ്? ആ സ്റ്റാൻഡേർഡ് ആയിരിക്കണം എൻ്റെയും സ്റ്റാൻഡേർഡ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ വാല്യൂ സിസ്റ്റം മാറുകയാണ്, എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറുകയാണ്, എൻ്റെ കാഴ്ചപ്പാടുകൾ മാറുകയാണ്, എൻ്റെ പെർസെപ്ഷൻ മാറുകയാണ്. എവ്രിതിങ് ഈസ് ചേഞ്ച്. എല്ലാം എന്തായിത്തീരുന്നു? ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാട് എന്താണ്, ക്രിസ്തുവിൻ്റെ മനസ്സെന്താണ്. ഇപ്പോൾ എനിക്കതേ ആലോചിക്കാനുള്ളൂ, എനിക്ക് വേറെ ഒന്നും ആലോചിക്കുന്നില്ല. സെറ്റ് യുവർ മൈൻഡ്സ് ഓൺ തിങ്സ് ദാറ്റ് ആർ അബവ്. എൻ്റെ സ്റ്റാൻഡേർഡ് ക്രിസ്തുവിൻ്റെ സ്റ്റാൻഡേർഡാണ്. അല്ലാതെ വേറെ സെറ്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വാച്ച് സെറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് ചിലപ്പം മേ ബി 5 മിനിറ്റ്സിൻ്റെ ഡിഫറൻസ് അങ്ങോട്ട് ഇങ്ങോട്ട് എൻ്റെ വാച്ചിലുണ്ടായിരിക്കും. വേറൊരാളുടെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചില പിള്ളേരെ സ്കൂളിൽ വിടുന്ന നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും അറിയാം 3/4 മണിക്കൂർ മുന്നോട്ടായിരിക്കും വാച്ച് ഇല്ലേ? അവിടെ തൊട്ട് നമ്മൾ പിള്ളേരെ കള്ളത്തരം പഠിപ്പിക്കുകയാണ്. മാനം മര്യാദയ്ക്ക് കുറച്ച് കഴിയുമ്പോൾ പിള്ളേർക്ക് തന്നെ മനസ്സിലാകത്തില്ല ഇതിൻ്റെ സമയം എത്രയാണെന്നുള്ള അവിടെ മനസ്സിൽ വരത്തില്ല. ഇത് കാണിച്ചിട്ട് വല്ല അർത്ഥമുണ്ടോ? നിങ്ങളുടെ ക്ലോക്ക് എങ്കിലും ശരിയായിട്ട് അതെങ്കിലും എന്താ സത്യം സംസാരിക്കട്ടെ. നിങ്ങളുടെ ക്ലോക്കെങ്കിലും സത്യം സംസാരിക്കട്ടെ ഇല്ലേ? അപ്പം ഞാൻ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ കാണുന്ന ക്ലോക്കിനനുസരിച്ച് എൻ്റെ വാച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനങ്ങ് ചെയ്യത്തില്ല. ചെയ്യുമോ? നിങ്ങൾ ചെയ്യുമോ? കാണുന്ന ക്ലോക്കിനനുസരിച്ച് എല്ലാം വാച്ച് സെറ്റ് ചെയ്യുമോ? ഇല്ല. ഒരു വാച്ച് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ ക്ലോക്ക്സ് ഒന്നും വരുന്നതിന് മുമ്പായിട്ട് എല്ലാം നമ്മൾ ഈ വൈൻഡ് ചെയ്യുന്ന വാച്ചിങ് ക്ലോക്കൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ സാധാരണ വാച്ച് റിപ്പയറുടെയൊക്കെ വീട്ടിൽ ഒരു വലിയൊരു
ഷോപ്പിൽ ഒരു വലിയ ഒരു ക്ലോക്ക് കാണും, ഒരു മാസ്റ്റർ ക്ലോക്ക് കാണും. ഈ മാസ്റ്റർ ക്ലോക്ക് നമ്മളിപ്പം വാച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ശരിയാക്കി കഴിഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്യും? അത് നോക്കിയാണ് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇയാൾ നോക്കിയപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഒരുത്തം വന്നിട്ട് ഈ ക്ലോക്കെ നോക്കി ടൈം സെറ്റ് ചെയ്തുകൊണ്ട് പോകും. വാച്ച് കടക്കാരനല്ല, വേറൊരു. ഒരു ദിവസം അയാൾ ചോദിച്ചു, ഈ കടക്കാരൻ അയാൾ ചോദിച്ചു, ഇവിടെ താനെന്താ എല്ലാ ദിവസവും വന്ന് എൻ്റെ ഈ ക്ലോക്കെ നോക്കി ടൈം സെറ്റ് ചെയ്യുന്നത്? ഉടനെ അയാൾ പറഞ്ഞു, ഞാനാണ് ഇവിടെ ഈ സൈറൻ കൊടുക്കുന്നതേ. അപ്പം തൻ്റെ ഈ ക്ലോക്ക് മാസ്റ്റർ ക്ലോക്ക് അല്ലേ, അപ്പോൾ ഇത് നോക്കി സൈറൻ കൊടുക്കണമെങ്കിൽ എൻ്റെ വാച്ച് അങ്ങ് സെറ്റ് ചെയ്തിട്ട് പോകുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോകുമല്ലോ എന്ന് വെച്ചുകൊണ്ടാണ്. ഇത് കേൾക്ക് ഇയാൾ കുളഞ്ഞിട്ട് ചിരിക്കാൻ തുടങ്ങി. ഇവിടെ തൻ്റെ സൈറൻ കേട്ടാ ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ക്ലോക്ക് നോക്കി വാച്ചും, വാച്ച് നോക്കി സൈറണും, അത് കഴിഞ്ഞ് സൈറൺ നോക്കി ക്ലോക്കും സെറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മിക്കവാറും നടുപ്പാതിരായിക്ക് കോഴി കൂകുന്ന സ്റ്റേജ് വരും അല്ലേ? അങ്ങനെ കാണുന്നിടത്തെല്ലാം നോക്കി ക്ലോക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത് പോലെ കാണുന്നതെല്ലാം നമ്മളുടെ സ്റ്റാൻഡേർഡ് ആക്കരുത്. നമുക്കൊരു സ്റ്റാൻഡേർഡുണ്ട്. ആ സ്റ്റാൻഡേർഡ് വിട്ട് കളയാനായിട്ട് പാടില്ല. അത് എല്ലാവരും അവർ ചെയ്യുന്നു, ഇവർ ചെയ്യുന്നു, അവരങ്ങനെയാണ് ഇങ്ങനെയാണ്, എവിടെ ചെന്നാലും പറയുന്നില്ല അവരങ്ങനെയാണ് ഇങ്ങനെയാണ്. പി ജോലീസ് കൊണ്ട് പറഞ്ഞൊരു സ്റ്റോറിയുണ്ട്. ഒരു ചെറുക്കൻ 10ാം ക്ലാസ്സിൽ പരീക്ഷ ചെയ്തു. ഇപ്പോഴത്തെ സമയമല്ല, 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ പോയി. 10:45 വീട്ടിൽ വന്നു. അപ്പൻ ഒരു പഞ്ചായത്ത് ഓഫീസറാണ്, അമ്മ മെഡിക്കൽ കോളേജിലെ ഒരു നേഴ്സാണ്. അപ്പോൾ അന്ന് രണ്ടുപേരും ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുകയാണ്. കാര്യം ചെറുക്കൻ എന്ത് ചെയ്യാൻ പോയിരിക്കണം, പരീക്ഷയ്ക്ക് എഴുതാൻ പോയിരിക്കുകയാണ്. 10:45 ഇവർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ചോദിച്ചു, എന്ത് പറ്റിയടാ? അമ്മ ചോദിച്ചു, എന്ത് പറ്റിയടാ? കാര്യം 1 മണി വരെ പരീക്ഷ ഉള്ളതല്ലേ. ഞാൻ കോപ്പി അടിച്ചു എന്നെ പറഞ്ഞു വിട്ടു, ഞാനിങ്ങ് പോകുന്നു. ഞാൻ കോപ്പി അടിച്ചു പറഞ്ഞു വിട്ടു. 10ാം ക്ലാസ്സിലെ പരീക്ഷ കോപ്പി അടിച്ച് പറഞ്ഞു വിട്ടു, ഞാനിങ്ങ് പോകുന്നു. ഇവരുടെ നിങ്ങളിങ്ങ് വന്നേ, നിങ്ങളുടെ മോൻ നേടെ വന്നിരിക്കുന്നു. ഇതുവരെ എൻ്റെ പുന്നാര മോനായിരുന്നു കോപ്പി അടിച്ചു വന്നപ്പം നിങ്ങളുടെ മോൻ വന്നിരിക്കുന്നു കോപ്പി അടിച്ചു. അവനോടൊന്ന് ചോദിച്ച് എന്നുള്ളത് കരയാൻ തുടങ്ങി. അതിനൊന്ന് ചോദിച്ചു, നീ എന്തോടാ കാണിച്ചത്? ഇനി ഞാൻ എങ്ങനെയാണ് മനുഷ്യൻ്റെ മുഖത്ത് നോക്കുന്നത്? അതാ പ്രശ്നം, അല്ലാതെ ബാക്കിയൊന്നുമല്ല. നമ്മൾ ഈ പലപ്പോഴും ഈ പിള്ളേരെ ഇട്ട് വിഷമിപ്പിക്കുന്നതിനെന്നറിയാമോ? നമ്മുടെ ഒരു വൃഥാഭിമാനത്തിൻ്റെ ഒക്കെ പേരില്ല ഈ പിള്ളേരുടെ റാങ്കും എല്ലാം. പിള്ളേർക്ക് വേണ്ടിയൊന്നുമല്ല, നമ്മൾ ഈ പിള്ളേരെ ഒന്നും ഈ പറയുന്നത് സ്നേഹിക്കുന്നൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ റാങ്ക് ചോദിക്കുമ്പോഴും നമ്മൾ ചിലപ്പോൾ ചോദിക്കില്ല, എത്രാമത്തെ റാങ്ക് ആടി? 6ാമത്തെ. സൂസിയുടെ കൊച്ചിന് എത്രാമത്തെ ആടി റാങ്ക്? 8ാമത്തെ. എന്നാൽ കുഴപ്പമില്ല. കാര്യം കൊച്ചിന് കൂടുതൽ മാർക്ക് കിട്ടണമെന്നൊന്നുമല്ല, സൂസിയുടെ കൊച്ചിന് കിട്ടുന്നതിനേക്കാൾ നമ്മുടെ പ്രതാഭിമാനത്തിന് വേണ്ടി ഈ പിള്ളേരെ വെറുതെ എന്തിനാണ് ഉപദ്രവിക്കുന്നത്? എനിക്കറിയാമോ, ഞാൻ എന്നിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? നമ്മൾ ചോദിച്ചു, ഈ ചെറുക്കൻ പറഞ്ഞു, പാപ്പാ എല്ലാവരും കോപ്പി അടിച്ചു, ഞാനും കോപ്പി അടിച്ചു. ചോദിച്ചു, എല്ലാവരും ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മൾ വിശ്വാസികളല്ലടാ എന്ന് ചോദിച്ചാൽ ഭയങ്കര പ്രശ്നം. അപ്പോൾ ഈ ചെറുക്കൻ ചോദിച്ചു, അപ്പോൾ എല്ലാവരും ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലേ? നമ്മൾ വിശ്വാസികളല്ലേടാ, അപ്പം നമ്മൾ എല്ലാവരും ചെയ്ത് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞ് ഈ ചോദ്യം ഞാൻ പല പ്രാവശ്യം മമ്മിയോട് ചോദിച്ചിട്ടുണ്ട്. മമ്മി ഈ ഹോസ്പിറ്റലിൽ നിന്ന് പാവങ്ങൾക്ക് കൊടുക്കുന്ന മെഡിസിനൊക്കെ എടുത്തുകൊണ്ട് കൊണ്ടുവന്ന സമയത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, മമ്മി ഈ ചെയ്യുന്നത് ശരിയാണോ? ഇത് ഗവൺമെൻറ് പാവം പിടിച്ചോട് കൊടുക്കുന്നതല്ലേ മമ്മി? അതെല്ലാവരും ചെയ്യുന്നതാണ്. അപ്പനാണെങ്കിൽ കൈക്കൂലിയുടെ ആശാനാണ്. കാര്യം പഞ്ചായത്ത് ഓഫീസിലല്ലേ വർക്ക് ചെയ്യുന്നത്. എന്ന് ചോദിച്ചാൽ പപ്പ ഇത് കാശ് വാങ്ങിക്കുന്നത് ശരിയാണെന്ന് ചോദിച്ചപ്പോഴും അത് പഞ്ചായത്ത് ഓഫീസിൽ തൂണ് പോലും കൈക്കൂലി വാങ്ങിക്കും, പിന്നല്ലേ അതെല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ ഇവൻ ചോദിക്കുന്നത്, എല്ലാവരും ചെയ്യുന്ന പപ്പായ്ക്കും ചെയ്യാം, എല്ലാവരും ചെയ്യുന്ന മമ്മിക്കും ചെയ്യാം, എല്ലാവരും ചെയ്യുന്ന ഞാൻ ചെയ്തപ്പോൾ മാത്രം കുറ്റം. പ്രിയമുള്ളവരെ, നമ്മളുടെ സ്റ്റാൻഡേർഡ് എല്ലാവരും ചെയ്യുന്നത് വെച്ച് ചെയ്യേണ്ട കാര്യം അല്ല. നമ്മുടെ സ്റ്റാൻഡേർഡ് ആരുടെയാണ്? ക്രിസ്തു. നിങ്ങൾ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും നമ്മൾ മറ്റുള്ളവരെ നോക്കിയിട്ടല്ല. നമ്മുടെ സ്റ്റാൻഡേർഡ് എന്താണ്? ഇറ്റ്സ് ജീസസ്. നമ്മൾ ചോദിക്കേണ്ടത്, യേശു ആയിരുന്നെങ്കിൽ ഇത് ചെയ്യുമായിരുന്നു? അങ്ങനെ ചോദ്യമേ ഉള്ളൂ. യേശു ആയിരുന്നെങ്കിൽ ഇത് ചെയ്യുമായിരുന്നു. 2 പിള്ളേർ കൂടി സിനിമ കാണാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പോകാൻ തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ആണ് സഭയിലെ പാസ്റ്ററോട് വീട്ടിലോട്ട് കയറി വന്നു. വീട്ടിലോട്ട് കയറി വന്നപ്പോഴത്തേക്ക് പിള്ളേർ പറഞ്ഞു, പാസ്റ്റങ്ങളെ ഞങ്ങളൊരു ചെറിയൊരു ഡിസ്കഷനില്ല, ഞങ്ങളൊരു സിനിമ കാണാനായിട്ട് തീരുമാനമെടുത്തിരിക്കുകയാണ്. ഒന്ന് പാസ്റ്റർ ചോദിച്ചു, നിങ്ങൾ തീരുമാനമെടുത്തോ? നിങ്ങൾ പറഞ്ഞു, അല്ല പോകാൻ തീരുമാനമെടുത്തു. അല്ല പാസ്റ്ററോട് ഞങ്ങളൊരു അഭിപ്രായം ചോദിച്ചെന്നുള്ളേ ഉള്ളൂ, ഏതാണെങ്കിലും ഞങ്ങൾ പോകാനായിട്ട് ഡിസിഷൻ എടുത്തു എന്ന് പറഞ്ഞു. പിന്നെ പാസ്റ്റർ പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഒരു 3 ടിക്കറ്റ് അങ്ങ് എടുത്തു. അയ്യോ പാസ്റ്ററുകൾ വരുന്നുണ്ടോ? അപ്പം പാസ്റ്റർ പറഞ്ഞില്ല, ഞാൻ വരുന്നില്ല. പിന്നെ ആർക്കാ 3ാമത്തെ ടിക്കറ്റ്? യേശുവിനോടൊരു ടിക്കറ്റ് എടുത്തോ. എനിക്ക് വേണ്ട, യേശുവിനും കൂടെ ഒരു ടിക്കറ്റ് എടുത്തു. അയ്യോ യേശു ഇങ്ങനെയുള്ള സിനിമ വല്ലതും കാണുമോ? പാസ്റ്റർ ചോദിച്ചു, അപ്പോൾ യേശു കാണാത്ത സിനിമയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും യേശുവിനോടൊരു ടിക്കറ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഏത് കാര്യവും ചെയ്യാവൂ. ടി വിയുടെ മുമ്പിൽ ഇരിക്കുമ്പം
യേശുവിനോട് കർത്താവെ കണ്ടോ എന്ത് രസമായിരിക്കുന്നല്ലേ എന്നൊക്കെ പറയാൻ പറ്റുന്ന പ്രോഗ്രാം മാത്രമേ കാണാവൂ. അല്ലാതെ നിങ്ങളടുത്ത് യേശു ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങളത് കാണുമോ? നിങ്ങൾ വായിക്കുന്ന പുസ്തകം യേശുവിന് ഞാൻ വായിച്ച നല്ലൊരു പുസ്തകം കർത്താവേ നീ ഇവിടെ ഒന്ന് വായിച്ചു നോക്ക് എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചോദിക്കേണ്ട ചോദ്യം അതാണ്. അവിടെയാണ് സെറ്റ് യുവർ മൈൻഡ്സ് ഓൺ തിങ്സ് ദാറ്റ് ആർ അബവ്. ഉയരത്തിലുള്ളത് ചിന്തിപ്പേൻ. ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലും സെറ്റ് യുവർ മൈൻഡ്സ്. ഈ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥം കൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട്. അത് ഈ അലാം സെറ്റ് ചെയ്യുമല്ലോ. അലാം സെറ്റ് ചെയ്യുന്നതിന് പറയുന്നത് സെറ്റ് ചെയ്യാന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പം ഈ റിമോട്ട് കൺട്രോളൊക്കെ വന്ന സമയത്ത് ഇപ്പം DVD-ക്കും TV-ക്കും നോർമലി ഇപ്പോഴൊക്കെ മാറിയിട്ടുണ്ട് എങ്കിലും 2 ഡിഫറൻ്റ് ആയിട്ടുള്ള റിമോട്ട് കൺട്രോളാണ് നമുക്ക് പലപ്പോഴും കിട്ടുന്നത് അല്ലേ? TV-ക്ക് വേണ്ടി ഒരു റിമോട്ട് കൺട്രോൾ, DVD-ക്ക് വേണ്ടി ഒരു റിമോട്ട് കൺട്രോൾ. DVD-യുടെ റിമോട്ട് കൺട്രോൾ നിങ്ങൾ എടുത്തിട്ട് TV-യിലോട്ട് അടിച്ച് ക്ലിങ് ക്ലിങ് എന്ന് വെച്ച് അടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് റെസ്പോണ്ട് ചെയ്യുമോ? ഇല്ല. കാര്യം അത് സെറ്റ് ചെയ്തിരിക്കുന്നത് DVD-യുമായിട്ടാണ്, അല്ലാതെ TV-യുമായിട്ട് അല്ല. അത് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ DVD മാത്രമേ അതിനോട് റെസ്പോണ്ട് ചെയ്യുള്ളൂ. TV റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ TV-യുമായിട്ട് സെറ്റ് ചെയ്ത റിമോട്ട് കൺട്രോൾ വേണം. ഇതുപോലെ സ്വർഗവുമായിട്ടാണ് എൻ്റെ മൈൻഡ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ലോകം എന്തൊക്കെ മുന്നേ കണ്ട് ക്ലിങ് ക്ലിങ് നടിച്ചാലൊന്നും ഞാൻ അനങ്ങത്തില്ല. കാര്യം എൻ്റെ മൈൻഡ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനകത്തല്ല, ലോകത്തിലല്ല. ലോകത്തിൻ്റെ ഏത് ഫാഷൻ കൊണ്ടുവന്നാലും, ലോകത്തിൻ്റെ ഏത് പൈസ കൊണ്ടുവന്നാലും, ലോകത്തിൻ്റെ ഏത് അധികാരം കൊണ്ടുവന്നാലും, എന്ത് സാധനം കൊണ്ടുവന്നാലും ഇറ്റ് ഡസൻറ്റ് അഫക്റ്റ് മീ. ബിക്കോസ് എൻ്റെ മൈൻഡ് അതുമായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല. എന്നാൽ സ്വർഗത്തിൻ്റെ ഏതെങ്കിലും ഒരു കാര്യം അതിലേക്കൂടെ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ ഉടനെ ഞാൻ ചാടി വീഴും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഐ ഹാവ് സെറ്റ് മൈ മൈൻഡ് ഓൺ തിങ്സ് ദാറ്റ് ആർ അബവ്. എന്നെ ചലിപ്പിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. പണമാണോ നമ്മളെ ചലിപ്പിക്കുന്നത്? പദവികളാണോ നമ്മളെ ചലിപ്പിക്കുന്നത്? എത്രയോ ആളുകൾ നല്ല സുവിശേഷ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ സഭയിലൊരു സ്ഥാനമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാം കളഞ്ഞിട്ട് കസേരയ്ക്ക് വേണ്ടി ഇലക്ഷൻ്റെ പുറകെ പോകുന്നത് കാണുമ്പോൾ ഞാൻ ആലോചിച്ചു, എൻ്റെ ദൈവമേ, ഇയാളുടെയൊക്കെ മനസ്സ് ഏതിനകത്താണ് സെറ്റ് ചെയ്തിരുന്നത്? എന്തുകൊണ്ടാണ് ഒരു കസേര കിട്ടിയപ്പോഴത്തേക്ക് ഇയാൾ ഇതെല്ലാം കളഞ്ഞേച്ച് പോകുന്നത്? ഒറ്റ റീസണേ ഉള്ളൂ. ഹിസ് മൈൻഡ് വാസ് നോട്ട് സെറ്റ് ഓൺ തിങ്സ് ദാറ്റ് ആർ അബവ്. ഉയരത്തിലുള്ളതിന് വേണ്ടി അത് മാത്രമേ എന്നെ ചലിപ്പിക്കാവൂ. സ്വർഗത്തിൻ്റെ കാര്യങ്ങൾ മാത്രമേ എന്നെ ചലിപ്പിക്കാവൂ. ഭൂമിയിലുള്ള ഒരു കാര്യവും. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ തീരുമാനമെടുക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നമ്മൾ വി നീഡ് ടു സെറ്റ് അവർ മൈൻഡ് ഓൺ തിങ്സ് ദാറ്റ് ആർ അബവ്. അത് കർത്താവിൻ്റെ വചനമാണ്, കൽപ്പനയാണ്. പോൾ കൃത്യമായിട്ട് പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് വിഷയമല്ല. നിങ്ങൾ ഈ ഭൂമിയുടെ ആളാണെങ്കിൽ, സഭാ സംഘടനയുടെ ആളാണെങ്കിൽ പോകൂ. ഐ ഹാവ് നോ പ്രോബ്ലം. കാര്യം ലോകത്തിലുള്ള എല്ലാവരും നിയന്ത്രിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തുമില്ല. ലോകത്തിലുള്ള എല്ലാവരും നിയന്ത്രിക്കാൻ കർത്താവ് നോക്കിയിട്ട് നടക്കുന്നില്ല. അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാവരും കൂടെ നന്നാക്കണമെന്ന് കർത്താവിന് ആഗ്രഹം ഉണ്ടെങ്കിലും അത് കർത്താവ് അത് ചെയ്യത്തുമില്ല. പക്ഷേ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ഇനി നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്യേണ്ടത് എവിടെ തന്നെ ആയിരിക്കണം? ഉയരത്തിലുള്ളതിന് തന്നെ ആയിരിക്കണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കാര്യം നമ്മൾ ഈ ഭൂമിയിൽ കിടന്ന് ചെകഞ്ഞ് തിന്നാനുള്ള ആളുകളല്ല. നമുക്ക് ഈ ഭൂമിയിലുള്ള കാര്യങ്ങളിൽ ഈ ശ്രദ്ധ ഉണ്ടാകാനായിട്ട് പാടില്ല. ഇഫ് യു ആർ ക്രേവിംഗ് ഫോർ തിങ്സ് ഓഫ് ദിസ് വേൾഡ്, ദാറ്റ് ഷോസ് ദാറ്റ് യു ആർ എ മാൻ ഓഫ് ദിസ് വേൾഡ്. ഞാനൊരു പഴയ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ട്. ഈ ഒരു കോഴിയുടെ കീഴിൽ കോഴി മുട്ട അടയിടുന്ന കൂട്ടത്തിൽ എങ്ങനെ ഒരു ഈഗിളിൻ്റെ, ഒരു കഴുകൻ്റെ മുട്ട ഇതിനകത്ത് വന്ന് പെട്ടു. ഇത് വിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, വിരിയുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഒക്കെ ഒരുപോലൊക്കെ ഇരിക്കും. പക്ഷേ ഈ കഴുകൻ്റെ കുഞ്ഞും കോഴിക്കുഞ്ഞുങ്ങളും എല്ലാം കൂടി ഇങ്ങനെ കളിച്ച് ചിരിച്ച് നടന്ന കൂട്ടത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കാര്യം മനസ്സിലായി. ഈ കോഴിക്കുഞ്ഞ് തിന്നുന്നതിന് അത്രയും ഒന്നും ഇതിന് പോരാ, കഴുകൻ്റെ കുഞ്ഞിന് പോരാ. അത് കൂടുതൽ തിന്നാൻ തുടങ്ങി, ഇതും കൊണ്ട് നന്നാകാൻ തുടങ്ങി, വലുതാകാൻ തുടങ്ങി. അപ്പോഴും കൂട്ടുകാരെല്ലാം, സഹോദരന്മാരെല്ലാം കൂടെ ഉണ്ട്. ഒരു ദിവസം ഇവനിങ്ങനെ പോയപ്പോഴത്തേക്ക് മോളിൽ നിന്ന് ഒരു കഴുകൻ നോക്കിയപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ ഒരു കഴുകൻ കളിച്ചുകൊണ്ട് നടക്കുന്നു. അപ്പോൾ കഴുകൻ ചിന്തിച്ചു, ഇതെന്താണ് പരിപാടി? കോഴിക്കുഞ്ഞിനെ തിന്നേണ്ട സാധനമാണ് കോഴിക്കുഞ്ഞിൻ്റെ കൂടെ കളിച്ചുകൊണ്ട് നടക്കുന്നത്. ഈ കഴുകൻ പെട്ടെന്ന് ഫ്ലൈ ചെയ്ത് താഴോട്ട് വരുന്ന ശബ്ദം കേട്ടപ്പോഴത്തേക്ക്, ദി ചിക്സ് നോസ് ദ സൗണ്ട് ഓഫ് ആൻ ഈഗിൾ, പെട്ടെന്ന് തന്നെ ഇതെല്ലാം കൂടെ അമ്മയുടെ കീഴിലോട്ട് ഓടിപ്പോയി. പക്ഷേ ഇത് ഇച്ചിരി വലുതായതുകൊണ്ട് ഇതിന് പെട്ടെന്ന് ഓടിപ്പോകാൻ പറ്റിയില്ല. പിന്നെ ആ കോഴിക്കുഞ്ഞിനെ നോക്കി അല്ല ശരിക്കും പറഞ്ഞാൽ കഴുകൻ വന്നത് ഈ കഴുകൻ്റെ കുഞ്ഞിനെ, ബേബി ഈഗിളിനെ നോക്കിയാണ്. ഇത് വന്ന് ആകെപ്പാടെ പേടിച്ചു പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും കിളിത്തട്ട് കളിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചോളി ഇതിനെ ഫിക്സ് ചെയ്തു. എന്നിട്ട് ചോദിച്ചു, വാട്ട് യു ഡൂയിങ് ഹിയർ? നീ ഇവിടെ എന്തോ ചെയ്യുക?
ഞാൻ എൻ്റെ സഹോദരന്മാരോടും സഹോദരിമാരോടും ഒരുമിച്ച് കളിച്ചുകൊണ്ടിരിക്കുക. സഹോദരന്മാരോ ഏതാണ് നിൻ്റെ സഹോദരന്മാരും? കോഴിക്കുഞ്ഞുങ്ങളല്ലേ ഞങ്ങളെല്ലാവരും. അതങ്ങനെ നിൻ്റെ സഹോദരനുമാകുന്നത്? ഞാനും കോഴിക്കുഞ്ഞല്ലേ? നീ യു ആർ എൻ ഈഗിൾ. അയ്യോ സാറേ അങ്ങനെ പറയല്ലേ, കഴുകനെന്ന് പറയല്ലേ. ഞങ്ങളുടെ അമ്മച്ചി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കൊരു ശത്രുവുണ്ട്, അതിൻ്റെ പേരാ കഴുകൻ. മിണ്ടല്ലേ, എനിക്ക് പേടിയാ. എടാ നീ എന്തിനാ പേടിക്കുന്നത്? നീ കഴുകനല്ല. അയ്യോ സാറേ ഞാൻ കഴുകനൊന്നുമല്ല. എടാ യു ആർ എൻ ഈഗിൾ. നോ സർ നോ. നിനക്ക് പറക്കാൻ പറ്റത്തില്ലേ? അല്ലേ എനിക്ക് പറക്കാൻ പറ്റത്തില്ല. വൈ? എൻ്റെ അമ്മച്ചിയാണെങ്കിലും കഴിഞ്ഞ ദിവസം ഇത്രയും പറഞ്ഞിട്ട് നേരെ താഴോട്ട് വീഴുന്ന കണ്ടു. ഞാൻ എത്ര പറഞ്ഞാലും എൻ്റെ അമ്മയെക്കാളും കൂടെ പറക്കാൻ പറ്റത്തില്ല. നിൻ്റെ അമ്മയോ? ഏതമ്മ? കോഴി അമ്മ. എടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ കോഴിക്കുഞ്ഞും അല്ല, അത് നിൻ്റെ അമ്മയും അല്ല. യു ആർ എൻ ഈഗിൾ. ലുക്ക് അറ്റ് മീ, ഐ എം എൻ ഈഗിൾ. അയ്യോ സാറ് കഴുകനാണോ? സോറി, നീ എന്നെ വിടണേ. എടാ നിന്നെ വിടേണ്ട കാര്യമില്ല, പോകേണ്ട കാര്യമൊന്നുമില്ല. യു ആർ എൻ ഈഗിൾ. എന്തിനെ? എന്നെ പോലെയൊക്കെ അല്ലേ നീ നിൻ്റെ വിങ്സ് ഒന്ന് സ്പ്രെഡ് ചെയ്തേ. അവൻ നോക്കിയപ്പോഴത്തേക്ക് ശരി അയച്ചിലൂടെ കണ്ടോ, ഇതിനാണ് ഇത്രയും വലുത്. കോഴിക്കുഞ്ഞിൻ്റെ വിങ്സൊക്കെ ഇത്രയും വലുതാകുമോ? നിനക്ക് എന്നെ ഇച്ചിലൂടെ ഇത്രയും വലിപ്പം? അത് സാറേ എനിക്ക് എൻ്റെ സഹോദരന്മാർ ഇതിന് അത്ര തിന്നാൽ പോലെ. ഞാനൊക്കെ ആണെങ്കിൽ അവർ 2 പുഴുവിനെ തിരുമ്പോഴത്തേക്ക് വയറ് നിറയും. ഞാൻ ഒരു 10-15 ഞങ്ങളതിനെങ്കിലും അങ്ങ് തിന്നും. അങ്ങനെ വണ്ണം വെച്ചതാ. എടാ അങ്ങനെ വണ്ണം വെച്ചതൊന്നുമല്ല. നീ പുഴുവിനെ തിന്നല്ല ജീവിക്കേണ്ടത്. നിൻ്റെ ലൈഫ് ഉയരത്തിലേക്ക് പറക്കാൻ വേണ്ടിയുള്ളതാണ്. സാറേ എനിക്ക് പറക്കാൻ പറ്റത്തില്ല. നോ യു ക്യാൻ. നിൻ്റെ വിങ്സ് നോക്ക്. യു ആർ എൻ ഈഗിൾ. ഒരു പരിധി വരെ പറഞ്ഞ് ഇവനെ മനസ്സിലാക്കിച്ചു. ഇവൻ കോഴിക്കുഞ്ഞല്ല, ഈഗിളാണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി. അവൻ പറഞ്ഞു യു സ്റ്റാർട്ട് ഫ്ലൈങ്. അവൻ ഫ്ലൈ ചെയ്യാൻ നോക്കിയപ്പോൾ വിങ്സ് ഇങ്ങനെ എന്താണ് വിടർന്നു വന്നു. ആൻഡ് ഫൈനലി യു നോ വാട്ട് ഹാപ്പൻ? ഹി സ്റ്റാർട്ടഡ് ഫ്ലൈയിങ് ഹൈ ആൻഡ് ഹൈ ആൻഡ് ഹൈ. ഇത്രയും നാൾ അവൻ ചിന്തിച്ചിരുന്നത് എന്താണ്? ഞാൻ ഒരു കോഴിക്കുഞ്ഞാണെന്ന്. ഇതുപോലെയാണ് വീണ്ടും ജനിച്ച വിശ്വാസികളിൽ പലരും മനസ്സിലാക്കുന്നില്ല അവരുടെ ജന്മം ഉയരത്തിലെ ജന്മമാണെന്ന്. വി ആർ ബോൺ ഫ്രം എബവ്. വി ആർ ബോൺ ടു ഫ്ലൈ. പ്രിയമുള്ളവരെ, ഉയരത്തിലേക്ക് പറക്കാൻ വേണ്ടി ദൈവം നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുകയാണ്. കോഴിക്കുഞ്ഞിനെ പോലെ ചെകഞ്ഞ് തിന്നാൻ വേണ്ടിയൊന്നും അല്ല. നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ചിലപ്പോൾ പ്രസംഗിക്കാൻ വരുന്നവരെല്ലാം വന്ന് പറയുന്നത് നമ്മൾ കോഴിക്കുഞ്ഞാണെന്നായിരിക്കും. അവർക്ക് അതിൽ കൂടുതൽ കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടാണ്. ആ കൂടുതൽ കാഴ്ചപ്പാടില്ലാതെ അവർ ഈ പുഴുവിനെ തിന്നാനാണ് പറയുന്നത്. അവർ വന്ന് പറയും 2013 12-ാം മാസത്തിൽ നിനക്ക് വേണ്ടി കർത്താവ് ഒരു കാറ് തരും, നിനക്കൊരു വീട് തരും. അതിനെന്താ? കോഴിക്കുഞ്ഞല്ലേ. കാറാണെങ്കിലും വീടാണെങ്കിലും പുഴു. അല്ലാതെ എന്തോന്നു? പുഴുവിനെ തരുമെന്നാണ് പറയുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല പറയുന്നത്. എടാ ഈ പ്രവാചകന്മാർ വന്ന് ഓഫർ ചെയ്യുന്നതൊന്നും സ്വർഗത്തിലെ കാര്യമല്ലല്ലോ, ഉയരത്തിലെ കാര്യമല്ലല്ലോ. എല്ലാവരും പുഴുവിനെ ഓഫർ ചെയ്യുന്നത്. 2013 12-ാം മാസത്തിൽ എന്തോ ഇത്ര വലിയ പ്രത്യേകത? അവിടെ അത് തരും ഇത് തരും എന്ന് പറയുമ്പോൾ എന്തിനാ ഈ ചാടി വീഴുന്നത്? കോഴിക്കുഞ്ഞ് ചാടി വീഴുന്നത് പോലെ. ഓ വലിയ പുഴുവിനെ കിട്ടും. നീ പുഴുവിനെ തിന്നാനാണോ ഭൂമിയിലായിരിക്കുന്നത്? യു ആർ ബോൺ ടു ഫ്ലൈ. നീ ഉയരത്തിലേക്ക് പറക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ്. ഉയരത്തിലേക്ക് പറക്കുക എന്നുള്ളതാണ് ഒരു പ്രവാചകൻ വാസ്തവത്തിൽ ഏത് വിശ്വാസിയെ നയിക്കേണ്ടത്. ഉയരത്തിലേക്ക് പറക്കാൻ, അല്ലാതെ കോഴിക്കുഞ്ഞിനെ പോലെ ഇവിടെ ഭൂമിയിലുള്ളത് ചെകഞ്ഞ് സ്ക്രാച്ച് ചെയ്ത് പുഴുവിനെ തിന്നാനല്ല ഒരു പ്രവാചകൻ പറയേണ്ടത്. ഒരു പ്രവാചകൻ യഥാർത്ഥ പ്രവാചകനാണോ എന്നറിയണമെങ്കിൽ അവൻ ഓഫർ ചെയ്യുന്നത് ഭൂമിയിലെ കാര്യമാണോ സ്വർഗത്തിലെ കാര്യമാണോ നോക്കിയാൽ മതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. വി ആർ ബോൺ ടു ഫ്ലൈ. എന്തുകൊണ്ട്? നമ്മൾ ഭൂമിയിൽ ജനിച്ച സമയത്ത് നമ്മൾ ഭൂമിയിൽ ജനിച്ചപ്പോൾ ആദാമ്യ പ്രകൃതത്തിൽ ആദാമിൻ്റെ മക്കളായിട്ട് വളർന്നു. ആദാമിനെ മണ്ണിൽ നിന്നെടുത്തതായതുകൊണ്ട് മണ്ണിൻ്റെ കാര്യങ്ങളെ അവൻ അറിയത്തുള്ളൂ. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. ആദാമ്യ പ്രകൃതിയിൽ നമുക്ക് ആകെ അറിയാവുന്നത് മണ്ണിൻ്റെ കാര്യങ്ങളാണ്. കാര്യം മണ്ണിൽ നിന്ന് ആണ് എടുത്തത്. പക്ഷേ വീണ്ടും ജനിച്ചപ്പോൾ നമ്മൾ മണ്ണിൽ നിന്നല്ല, എവിടെ നിന്നാണ്? ഉയരത്തിൽ നിന്നാണ് ജനിച്ചത്. അൺലെസ് യു ആർ ബോൺ ഫ്രം എബവ് എന്നാണ് എഴുതിയിരിക്കുന്നത്. വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ആദ്യത്തെ ഭാഗത്ത് നിക്കോദിമോസിൻ്റെ സംസാരിക്കുമ്പോൾ പറയുന്നത് ഉയരത്തിൽ നിന്ന് ജനിക്കുന്നില്ല എങ്കിൽ ആർക്കും ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല എന്നാണ്. ദാറ്റ് മീൻസ് when you are born into this world, you are born of this world, and when you are born anew, you are born from above. സ്വാഭാവികമായി ജനിച്ചപ്പോൾ നമ്മൾ ഭൂമിയിൽ നിന്ന് ജനിച്ചവരാണെങ്കിൽ വീണ്ടും ജനിച്ചപ്പോൾ നമ്മൾ എവിടെ നിന്ന് ജനിച്ചതാണ്? ഉയരത്തിൽ നിന്ന് ജനിച്ചതാണ്. നമ്മൾ നമ്മൾ ആദാമ്യ പ്രകൃതത്തിലായിരുന്നു. നമ്മൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ടു. നമ്മുടെ പഴയ മനുഷ്യനെ നമ്മൾ ക്രൂശിച്ചു. ദാറ്റ് ഓൾഡ് മാൻ ഈസ് ഡെഡ്. ആ ആദാമ്യ പ്രകൃതമല്ല ഇനി നമ്മൾ ഫോളോ ചെയ്യുന്നത്. പക്ഷെ എന്ത് ചെയ്യാം?
പുതിയ ജനനം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. വീണ്ടും ജനനം പ്രാപിച്ചവരിൽ തന്നെ നല്ലൊരു ശതമാനം ആളുകളും അവർ വീണ്ടും ജനിച്ചവരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അവരിപ്പോഴും ഈ പുഴുവിനെ തിന്ന് കഴിയുന്നത്. കാര്യം അവർ വീണ്ടും ജനിച്ചവരല്ലെന്ന് ഞാൻ പറയുന്നില്ല. Many of the people who are born again do not know that they are born again. അവിടെയാണ് വഞ്ചന കൂടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും ജനിച്ചവരായ പലരും അവർ വീണ്ടും ജനിച്ചവരാണെന്നുള്ളത് തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടെന്താണ്? ആദാമ്യ പ്രകൃതത്തിൽ ആദാം ജീവിച്ചതുപോലെ തന്നെ ജീവിക്കുകയാണ്. ഇവിടെ എന്തോ കിട്ടും, കാറ് കിട്ടുമോ, വീട് കിട്ടുമോ, അതോ പൈസ കിട്ടുമോ, ജോലിയിൽ ഉയർച്ച, അല്ലേ? അങ്ങനെ ഓരോരോ ഭൂമിയിലെ കാര്യങ്ങൾ മാത്രം കേട്ട് അതിൽ രസിച്ച് കഴിയുന്നവരോട് ഞാൻ പറയട്ടെ, പൗലോസ് കൃത്യതയോടെ നിങ്ങളോട്, സെറ്റ് യുവർ മൈൻഡ്സ് ഓൺ തിങ്സ് ദാറ്റ് ആർ അബവ്, ബിക്കോസ് യു ആർ ബോൺ ഫ്രം അബവ്. ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ, ഉയരത്തിലുള്ളത് മാത്രം ചിന്തിക്കുവിൻ. ഭൂമിയിലെ പുഴുക്കളെ നോക്കുവാനല്ല. വി ആർ ബോൺ ടു ഫ്ലൈ. പറന്നുയരുവാൻ വേണ്ടി നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സെറ്റ് യുവർ മൈൻഡ്സ് ഓൺ തിങ്സ് ദാറ്റ് ആർ അബവ്. നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഹെവൻലി സ്റ്റാൻഡേർഡ് ആയിരിക്കണം. ഹെവൻലി സ്റ്റാൻഡേർഡ്. ആൻഡ് ഓൾസോ സെറ്റ് യുവർ മൈൻഡ്സ് ഓൺ തിങ്സ് ദാറ്റ് ആർ അബവ്, സോ ദാറ്റ് എപ്പോഴും ഏത് സമയത്തും നമ്മളെ ത്രസിപ്പിക്കുന്നത്, വാട്ട് മേക്സ് യു ഫാസിനേറ്റഡ്, ഇറ്റ് ഷുഡ് ബി ഹെവൻലി തിങ്സ്. നിങ്ങളെ ത്രസിപ്പിക്കുന്നത് എന്തായിരിക്കണം? സ്വർഗീയമായ കാര്യമായിരിക്കണം. നിങ്ങളെ ഒരു റിമോട്ട് കൺട്രോൾ വെച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ റിമോട്ട് കൺട്രോൾ മാത്രമേ നിങ്ങളിൽ വർക്ക് ചെയ്യാവൂ. കാര്യം നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്വർഗവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം. ഒരു പ്രവാചകൻ വന്ന് നിങ്ങൾക്ക് എന്തോ ഓഫർ ചെയ്തോട്ടെ, അതിന് വരിക പോവുക ചെയ്തോട്ടെ പാസ്റ്ററേ എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം. 2013 12 മാസത്തിൽ എനിക്കൊരു നന്മ ചെയ്തിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കണം, പിന്നെ ബാക്കിയുള്ളപ്പോഴത്തോ തിന്മയാണോ ചെയ്തിരിക്കുന്നത്? ഒന്നും അല്ലല്ലോ. എനിക്കെല്ലാം ദൈവം. എന്തിനാ കിടന്ന് എക്സൈറ്റഡ് ആകുന്ന? എന്ത് കാര്യത്തിന് വേണ്ടി? എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു കാര്യം കേൾക്കുമ്പോഴത്തെ നിങ്ങൾ എക്സൈറ്റഡ് ആകുന്നത്? ഇറ്റ്സ് ഓൺലി വൺ തിങ്. എന്ത്? നിങ്ങൾ ഇതുവരെയും നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഉയരത്തിലല്ല. പ്രിയമുള്ളവരെ, നമ്മുടെ സ്റ്റാൻഡേർഡ് ഉയരത്തിലേ ആയിരിക്കണം. നമ്മുടെ മനസ്സ് ഉയരത്തിലേ ആയിരിക്കണം. നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഉയരത്തിലായിരിക്കണം. നമ്മൾ ഉയർന്നുയർന്ന് പോകാനായിട്ട് ഉയർന്നു പോകുമ്പോഴുള്ള പ്രത്യേകത എന്നറിയാം, ഭൂമിയിലുള്ള കാര്യത്തെക്കുറിച്ച് നമ്മളങ്ങ് ചിന്തിക്കുന്നത് തന്നെ മറന്നു പോകും. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് പൊങ്ങുന്ന സമയത്ത് പണ്ടൊക്കെ എപ്പോഴും വിൻഡോ സീറ്റ് വാങ്ങിക്കുമായിരുന്നു. വിൻഡോ സീറ്റ് വാങ്ങിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്നറിയാമോ? അന്ന് നെടുമ്പാശ്ശേരി പോലും അല്ല എയർപോർട്ട്, ഇവിടെയാണ്. ആ കാലഘട്ടത്തിൽ പണ്ട് വിൻഡോ സീറ്റ് വാങ്ങിക്കേണ്ട കാര്യം ഈ ഉയർന്ന് പൊങ്ങുമ്പോഴുള്ള കാഴ്ച ഇങ്ങനെ നോക്കിയിരിക്കും. ഓ, ഈ കെട്ടിടമൊക്കെ എന്നാ വലിയ കെട്ടിടങ്ങളാണ്, ഇല്ലേ? അങ്ങോട്ട് ഉയർന്ന് തുടങ്ങുമ്പോൾ കെട്ടിടം ഭയങ്കര കെട്ടിടങ്ങളാണ്. ഇച്ചിരി അങ്ങോട്ട് കഴിയുമ്പോൾ വെറും തീപ്പെട്ടിക്കൂട് പോലെ ഉള്ളൂ. കുറച്ചുകൂടെ പൊങ്ങിക്കഴിയുമ്പോൾ ഇത് കാണാൻ പോലും ഇല്ല. ഇതുപോലെയാണ് നിങ്ങൾ പറക്കുന്നതിൻ്റെ ഹൈറ്റ് അനുസരിച്ച് ഭൂമിയോടുള്ള നിങ്ങളുടെ സകല അട്രാക്ഷനും ഇല്ലാതെയായി പോകും. നിങ്ങൾ പറക്കുന്നതിൻ്റെ ഹൈറ്റ് അനുസരിച്ച് ഭൂമിയോടുള്ള നിങ്ങളുടെ സകല അട്രാക്ഷനും ഇല്ലാതെയായി പോകും. നമ്മളിപ്പോഴും ഇവിടെയുള്ള കെട്ടിടങ്ങളെ വലിയ കെട്ടിടം, അയ്യോ വിൻഡോ സീറ്റേ വാങ്ങിക്കത്തുള്ളൂ. എന്തിനാ? ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി അല്ലേ? എന്തുകൊണ്ടാണ്? മനസ്സ് കിടക്കുന്നത് മുഴുവൻ എവിടെയാണ്? ഭൂമിയിലാണ്. അല്ല, ഉയരത്തിൽ പറക്കാൻ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്രിയമുള്ളവരെ, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിരിക്കുന്നു. ആ ഒരു സത്യം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി എത്ര വലിയ ഒരു ജൈജാന്റിക് പ്രോജക്റ്റ് കർത്താവ് വിട്ടു. അവൻ നമ്മളെ സൃഷ്ടിച്ചു, നമ്മളെ വീണ്ടെടുത്തു, നമ്മളെ പിശാചിൻ്റെ സാമ്രാജ്യത്തിൽ നിന്ന് വിടുവിച്ച്, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വെച്ചു. എന്തിന്? വീണ്ടും നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്ന ഇൻഹെറിറ്റൻസ് പ്രാപിക്കേണ്ടതിന്, ആ തേജസ്സിൻ്റെ ലോകത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മളിവിടെ എക്വിപ്പ് ചെയ്യുകയാണ്. നമ്മളെ തികഞ്ഞവരാക്കുവാനായിട്ട് പരിശ്രമിക്കുകയാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നെങ്കിൽ നമ്മളൊരു സ്ക്യൂബ ഡൈവറെ പോലെ ഉള്ളൂ. ഇവിടെ നമ്മളൊന്നും സ്വീകരിക്കുന്നില്ല. എല്ലാം യേശുവിൽ നിന്ന്. എൻ്റെ മനസ്സ് യേശുവിലായിരിക്കണം, എൻ്റെ ചിന്തകൾ യേശുവിലായിരിക്കണം, എൻ്റെ റിസോഴ്സസ് എല്ലാം യേശുവിൽ നിന്നായിരിക്കണം. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ എൻ്റെ എല്ലാ ഉറവുകളും നിന്നിൽ നിന്നാണ്. എൻ്റെ സകല സോഴ്സും യേശുവാണ്. വേറെ ഒരു സോഴ്സ് എനിക്കില്ല, എനിക്ക് വേണ്ട. മറ്റൊന്നും എന്നെ രസിപ്പിക്കുന്നില്ല, ത്രസിപ്പിക്കുന്നില്ല. ആ യേശുവിനെ പോലെ ഒന്ന് ആകാൻ കഴിഞ്ഞാൽ മതി. കാര്യം എന്നെ അവൻ ഭൂമിയിലാക്കിയിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുകയും ചെയ്ത യേശുവിനെ പിൻപറ്റുന്നത് എത്ര സന്തോഷകരമാണെന്നറിയാമോ? ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് കാണുമ്പോൾ, അവൻ്റെ സ്നേഹം അറിയുമ്പോൾ, ആ ജീവിതം എൻ്റേതാക്കാൻ കഴിയുമ്പോൾ ഞാൻ സംതൃപ്തനാണ്. എനിക്ക് വേറെ ഒന്നും വേണ്ട. ഭൂമിയിലുള്ളതൊന്നും എന്നെ ത്രസിപ്പിക്കുന്നില്ല. ഹല്ലേലൂയ.
അവനെ എക്യുപ്പ് ചെയ്യുകയാണ്, എന്നെ അവൻ പണിതുകൊണ്ടിരിക്കുകയാണ്, എന്നിലൊരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഈ സ്ട്രോക്സ് ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താ ഇങ്ങനെ ബ്ലാക്ക് കൊണ്ട് അവൻ ഇങ്ങനെ കാണിക്കുന്നത്? എന്താണ് ഇവിടെ വൈറ്റ് അടിക്കാൻ കാര്യം? എന്താ ഇവിടെ റെഡ് അടിക്കാൻ കാര്യം? എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, എന്നിൽ അവൻ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ എന്നിലൊരു രൂപം കണ്ടിട്ടുണ്ട്. ആ രൂപം എൻ്റെ വികൃതമായ രൂപമല്ല, എൻ്റെ കർത്താവിൻ്റെ രൂപമാണ്. അത് പൂർത്തീകരിക്കും വരെയും അതിന് യോജിക്കാത്തതിനെയൊക്കെ ചിസിൽ ചെയ്യാനായിട്ട് ഞാൻ അവനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുക. ന്യായപ്രമാണം അനുസരിച്ചതുകൊണ്ടൊന്നും അല്ല എന്നെ അവൻ വീണ്ടെടുത്തത്, അത് ശരിയാണ്. പക്ഷേ എനിക്കിപ്പോൾ അറിയാം, യേശു ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ചവൻ, അവൻ ന്യായപ്രമാണത്തെ നിവർത്തിച്ചവനാ. എനിക്കിത് നിവർത്തിക്കാനുള്ള ശക്തിയില്ല. കർത്താവിന് ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, കർത്താവെ എന്നിൽ വസിച്ചുകൊണ്ട് ഞാനിപ്പോൾ യേശുവിന് വേണ്ടി ജീവിക്കാൻ അങ്ങ് സ്ട്രഗിൾ ചെയ്യുമൊന്നുമല്ല. ഞാൻ ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ, യേശുവിനെ എന്നിൽ ജീവിക്കാൻ ഞാൻ അനുവദിച്ചിരിക്കുകയാണ്. ദാറ്റ്സ് ഓൾ. ഞാൻ പൂർണ്ണമായും അവനെ ട്രസ്റ്റ് ചെയ്യുന്നു. അവനത് സമ്പൂർണ്ണമായി നന്നായിട്ട് നിർവഹിക്കുമെന്ന് എനിക്കറിയാം. ഇടയ്ക്ക് ഞാൻ കയറി പണിയത്തില്ല, ഇടയ്ക്ക് ഞാൻ കയറി വരയ്ക്കത്തില്ല, ഈ വര ശരിയല്ലെന്ന് ഞാൻ പറയത്തില്ല. അതൊന്നും എനിക്കറിയില്ല, എനിക്കറിയേണ്ട കാര്യമില്ല. തത്വജ്ഞാനം കൊണ്ട് വഞ്ചിക്കുന്ന ആരെയും ഞാൻ എൻ്റെ ഭവനത്തിലേക്കോ വീട്ടിലേക്കോ അടുപ്പിക്കത്തില്ല. ഞാൻ തലയെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ എന്നിലേക്ക് അവൻ്റെ ജീവരസം ഒഴുക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കും. അതിനിടയ്ക്ക് തടസ്സമൊന്നും ഉണ്ടാകാതെ എല്ലായ്പ്പോഴും അവനിൽ നിന്ന് ആ സോഴ്സ് താഴോട്ട് ഇറങ്ങി വരുന്നത് അനുഭവിക്കാൻ, അവനിൽ വേരൂന്നുവാൻ, അവനിൽ ബിൽറ്റാകുവാൻ, മുകളിലേക്ക് വളരുവാൻ. ഹല്ലേലൂയ. എനിക്ക് പുറത്തുനിന്ന് ഒരു സോഴ്സും വേണ്ട, എൻ്റെ യേശു മാത്രം മതി എനിക്ക് സോഴ്സായിട്ട്. എൻ്റെ പ്രവൃത്തി യേശുവിൻ്റെ പ്രവൃത്തിയാണ്. യേശുവിന് യോജിക്കാത്ത ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല. എൻ്റെ മനസ്സും അത് തന്നെ. എൻ്റെ മനസ്സിലും യേശുവിന് യോജിക്കാത്ത ഒന്നും കയറാൻ ഞാൻ അനുവദിക്കില്ല. എന്നെ ത്രസിപ്പിക്കുന്നത് സ്വർഗത്തിൻ്റെ കാര്യങ്ങളാണ്. കാര്യം ഞാൻ എൻ്റെ മനസ്സിനെ സ്വർഗവുമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എനിക്ക് സ്വർഗത്തിലെ സ്വർണ്ണമൊന്നും വിഷയമൊന്നുമല്ല, ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത്. എനിക്ക് യേശു മാത്രമാണ് വിഷയം, എനിക്ക് വേറെ ഒന്നും വിഷയമല്ല. ആ യേശുവിനെ കണ്ടുകൊണ്ട് ജീവിക്കുകയാണ്. എന്നെ ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ അവൻ. ബിക്കോസ് ഞാൻ ഭൂമിയിൽ ജനിച്ചപ്പോൾ ആദാമിലാണ് ഞാൻ ജനിച്ചത്. മണ്ണൊക്കെ ആയിരുന്നു എൻ്റെ ചിന്ത, മണ്ണിലെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. ഞാൻ ദ്രവ്യാഗ്രഹിയായിരുന്നു. ഞാൻ ഭൂമിയിലെ കാര്യങ്ങൾ ആഗ്രഹിച്ചത്, ജഡത്തിൻ്റെ സുഖങ്ങളായിരുന്നു വലുത്. പക്ഷേ ഇപ്പോൾ അതല്ല. കാരണം ഐ എം ബോൺ അഗെയിൻ. ഞാൻ ഉയരത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ഉയരത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ട് എനിക്ക് ആ ഉയരത്തിലേക്ക്, എൻ്റെ ജനന സ്ഥലത്തേക്ക് എനിക്ക് പറന്ന് ഉയർന്നു പോകണം. I want to set my minds on things that are above. I want to fly high. I'm not a chick. I'm an eagle. ഞാനൊരു കോഴിക്കുഞ്ഞല്ല. ഈ ഭൂമിയിലെ മണ്ണ് ചെകഞ്ഞ് പുഴുവിനെ തിന്നുന്ന കോഴിക്കുഞ്ഞല്ല ഞാൻ. ഉയരങ്ങളിലേക്ക് പറന്നുയരുന്ന ഒരു ഈഗിളാണ്. എൻ്റെ ജന്മം തന്നെ ഈഗിളിൻ്റെ ജന്മമാണ്. വി ആർ ബോൺ ടു ഫ്ലൈ. നമ്മൾ പറക്കാനായിട്ട്, ഉയരത്തിൽ പറക്കുവാനായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. ആ പുതുജനനം പ്രാപിച്ചെങ്കിൽ എൻ്റെ മനസ്സ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന അവിടെ എന്നെ ഭൂമിയിലെ ഒന്നും ആകർഷിക്കത്തില്ല. ഉയരത്തിലേക്ക് പോകുമ്പോൾ ഭൂമിയിലെ എല്ലാം തീപ്പെട്ടിക്കൂട് പോലെ തന്നെയാണെന്നല്ല, കുറച്ച് കഴിയുമ്പോൾ ഇതൊന്നും കാണാത്ത ഒരു സ്റ്റേജിലായിരിക്കുകയാണ്. സോ ഐ ജസ്റ്റ് വാണ്ട് ടു സീ ദാറ്റ് ഐ എം ഫ്ലൈയിങ് ഹൈ. ഉയരത്തിലേക്ക് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ സ്റ്റാൻഡേർഡ് യേശുവിൻ്റെ സ്റ്റാൻഡേർഡ്. ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ മൈൻഡ് യേശുവിൻ്റെ മനസ്സ്. ഭൂമിയിലുള്ളതൊന്നും എന്നെ ആകർഷിക്കുന്നില്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവസന്നിധിയിൽ പറയാൻ പറ്റും, കർത്താവേ ഞാൻ എൻ്റെ മനസ്സ് കർത്താവുമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു, യേശു ചെയ്യാത്തതൊന്നും ഞാൻ ചെയ്യത്തില്ല. യേശുവിൻ്റെ മനസ്സുമായിട്ട് ഞാൻ എൻ്റെ മനസ്സ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അവൻ്റെ മനസ്സിൽ വരുന്നത് മാത്രമേ എൻ്റെ മനസ്സിലേക്ക് വരത്തുള്ളൂ. യേശുവിനെ രസിക്കാൻ കഴിയുന്നതിൽ മാത്രമേ എനിക്ക് രസിക്കാൻ കഴിയുകയുള്ളൂ. ഇനി ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള മോഹങ്ങളിൽ ഞാൻ എന്നെ തന്നെ മുക്കിക്കളയത്തില്ല. കാരണം എനിക്കറിയാം ഞാൻ വീണ്ടും ജനിച്ചതാണെന്ന്. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ വീണ്ടും ജനിച്ചതാണെന്നുള്ള ബോധ്യത്തോടെ ഞാൻ വീണ്ടും ജനിച്ചതാണ്. പക്ഷേ എപ്പോഴും ഞാനത് ഓർക്കുന്നില്ല. ഞാൻ പലപ്പോഴും ഓർക്കുന്നത് ഞാൻ ഇപ്പോഴും കോഴിക്കുഞ്ഞാന്നാണ്. നമ്മൾ മനസ്സിലാക്കണം, അതൊരു വഞ്ചനയാണ്. ഞാൻ പഴയ മനുഷ്യനെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കേണ്ടത് ആവശ്യമാണ്. ഇനി അതിനെ, ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം. നമ്മൾ പഠിക്കാത്ത വരുന്ന ഭാഗങ്ങളിലൊക്കെ അതാണ് കാണുന്നത്. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം. ക്രിസ്തുവിനെ നമ്മൾ ധരിക്കണം. പാമ്പ് പടം പൊഴിക്കുന്നത് പോലെ. ഹല്ലേലൂയ. ഇനി അതിനെ പൊക്കിക്കൊണ്ട് നടക്കില്ല. ഒരു പാമ്പും പടം പൊഴിച്ച് കളഞ്ഞിട്ട് ആ പടവും കൊണ്ട് നടക്കത്തില്ല, അതിൻ്റെ തൊലിയും കൊണ്ട് നടക്കത്തില്ല. അത് റിന്യൂഡാണ്, അത് പുതിയതാണ്. പ്രിയമുള്ളവരെ, യേശുവിനെ ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുമോ? Can you say yourself, I am born again? ഞാൻ വീണ്ടും ജനിച്ചവനാണെന്ന് നിങ്ങൾക്കൊന്ന് ഉറപ്പോടൊന്ന് പറയാൻ പറ്റുമോ? നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, I am born again. Hallelujah. I am born again. ഞാൻ വീണ്ടും ജനിച്ചവനാണ്. ഞാൻ ഈ ഭൂമിയിലെ മണ്ണ് സ്ക്രാച്ച് ചെയ്ത് പുഴുവിനെ തിന്നാൻ നിയമിക്കപ്പെട്ടവനല്ല. ഉയരങ്ങളിലേക്ക് പറക്കാനായിട്ട് ഞാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് പറയാം, കർത്താവേ ഹല്ലേലൂയ,
ഞാൻ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിക്കപ്പെട്ട ആളല്ല. എൻ്റെ സിറ്റിസൺഷിപ്പ് സ്വർഗത്തിലാണ്. എൻ്റെ സിറ്റിസൺഷിപ്പ് സ്വർഗത്തിലാണ്. എൻ്റെ പൗരത്വം സ്വർഗത്തിലാണ്. പറയാൻ പറ്റുമോ? ഒന്ന് പറ. എൻ്റെ പൗരത്വം സ്വർഗത്തിലാണ്. ഞാൻ ഈ ഭൂമിയിലെ പൗരനല്ല. എൻ്റെ പൗരത്വം സ്വർഗത്തിലാണ്. Glory, hallelujah, 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 hallelujah. ഉയരത്തിലേക്ക് 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 പറക്കാനായിട്ട് എൻ്റെ യേശുവിനോട് കൂടെ അവൻ അവിടെയായിരിക്കുന്നത്. അവിടെ ചെല്ലുന്നത് വരെ എനിക്ക് മനസമാധാനം ഉണ്ടാകത്തില്ല. ഈ ഭൂമിയിൽ എനിക്ക് ഒന്നും സന്തോഷം തരുന്നില്ല. എൻ്റെ ഏക സന്തോഷം എൻ്റെ യേശുവിനോട് ചേരുന്നതാണ്. നിത്യതയുടെ ദർശനത്തിന് എനിക്ക് ജീവിക്കണം. യേശുവേ, എൻ്റെ സഹോദരങ്ങളെ ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവേ, എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവേ. We know that we are born again. We are born to fly, oh Jesus. ഉയരത്തിലേക്ക് പറക്കുവാൻ, ഉയരത്തിലേക്ക് പറക്കുവാൻ, ഉയരത്തിലേക്ക് പറക്കുവാൻ നീ എന്നെ സഹായിക്കണമേ. കരങ്ങൾ ഉയർത്തി ഒരിക്കലുള്ള നിങ്ങൾ പറ, ഞാൻ ബോൺ അഗൈൻ ആണ്. ഞാൻ വീണ്ടും ജനിച്ചവനാണ്. ഞാൻ വീണ്ടും ജനിച്ചവനാണ്. ഈ ഭൂമിയിൽ ഹല്ലേലൂയ, ഈ ഭൂമിയിൽ പുഴുവിനെ തിന്ന് കഴിയാനുള്ളവനല്ല. എൻ്റെ അടുത്ത് വന്ന് ഭൂമിയിലെ കാര്യങ്ങൾ ആളുകൾ പറയുമ്പോൾ, എൻ്റെ ഷെയർ മാർക്കറ്റ് ഉയരുമ്പോൾ ഒന്നും എൻ്റെ ഹൃദയം ത്രസിക്കത്തില്ല. എൻ്റെ ബിസിനസ് വളരുമ്പോഴല്ല എൻ്റെ ഹൃദയം ത്രസിക്കുന്നത്. എൻ്റെ ജോലിയിൽ പ്രൊമോഷൻ കിട്ടുമ്പോഴല്ല എൻ്റെ ഹൃദയം ത്രസിക്കുന്നത്. എൻ്റെ യേശുവിനോട് കൂടെ സ്വർഗത്തിൻ്റെ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാണ്, സ്വർഗത്തിൻ്റെ മഹിമ കാണുമ്പോഴാണ് എൻ്റെ ഹൃദയം ത്രസിക്കുന്നത്. വേറെ ഒന്നും എൻ്റെ മനസ്സിലേക്ക് കടക്കത്തില്ല. ഹല്ലേലൂയ. കർത്താവേ, നിൻ്റെ കൃപകൾക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ.